സോൾവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജേണി നമ്മൾ മനസ്സിലാക്കണം. ഒരു വയൽപ്പൂവിനെ ഉണ്ടാക്കാനായിട്ടൊരു എന്താ പറയുക ഒരു മെഷീന് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. റൈറ്റേഴ്സിൻ്റെ ജോലി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകും, ഉറപ്പായിട്ടും പോകും. പിന്നെ ഒരു ബിസിനസ് ഓണർക്ക് സ്വന്തമായിട്ട് 2 പ്രോംപ്റ്റ് കൊടുത്ത് എഴുതിയാൽ പോരെ. അതെ. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ആ സ്ഥാപനത്തിനെ വെച്ചായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്, പക്ഷേ സ്ഥാപനത്തിൻ്റെ പിന്നിലെ മാൻ ബിഹൈൻഡ് എ ബിസിനസ് അവരാണ് യഥാർത്ഥത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ വെബ്സൈറ്റിന് ഇത്തരം വെബ്സൈറ്റുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ഇൻറ്റൻറ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യണം ആളുകളുടെ. ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ തരം സംഭവങ്ങളും, അതായത് സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും ഇതെല്ലാം പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ നമ്മളെപ്പറ്റി നേരത്തെ എവിടെയൊക്കെയോ അറിഞ്ഞിട്ട് വരുന്ന ആളുകൾ അവർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കുന്നത് ഫാസ്റ്റ് ആയിരിക്കും. ശരിക്കും SEO നല്ല രീതിയിൽ എന്താ പറയുക അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്ട്രീമാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 1 പേജ് SEO, ഓഫ് പേജ് SEO അല്ലെങ്കിൽ ടെക്നിക്കൽ SEO ഒരു 3 സ്ട്രീമായിട്ട് ഒരു 10-15 ക്ലാസ്സുകൾ കൊടുത്ത് അങ്ങനെ പോകുമ്പോൾ പല ആളുകൾക്ക് ഈ ഒരു വിഷൻ ഇല്ലാതെ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രശ്നമാണ്, പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നമല്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ പ്രസാദ് കാർത്തിക്കാണ്, SEO കൺസൾട്ടൻ്റാണ്. സാർ, നമുക്ക് സാറിൻ്റെ ഒരു ജേണി പറയാമോ? മീഡിയയിൽ നിന്ന് നേരെ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട്, എന്താണ് ഈ മാർക്കറ്റിംഗ് ഫീൽഡ്, മീഡിയയിൽ നിന്ന് ജേർണലിസം കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് വരാനുള്ളത്? ജേർണലിസം മീഡിയ ഒക്കെ ചെറുപ്പം മുതലേ കൂടെയുള്ളൊരു സംഭവമാണ്. അതായത് പണ്ട്, അത് ചെറിയ കാലത്ത് തന്നെ ഈ പറഞ്ഞ പോലെ റൈറ്റിങ്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാംസിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. പിന്നെ നാട്ടും പുറത്തായതുകൊണ്ട് അങ്ങനെ നമുക്ക് എക്സ്പോഷർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ അവതരിപ്പിക്കുക. ഈവനൊരു ഫിലിം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ഷോർട്ട് ഫിലിം ആണെങ്കിലും നമ്മൾ തന്നെ അത് ഷൂട്ട് ചെയ്യുകയോ എന്നാൽ മാത്രമേ നമുക്കൊരു എക്സ്പോഷർ കിട്ടുമായിരുന്നുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എപ്പോഴും വരുന്നൊരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയയോടൊരു താല്പര്യം വന്നു തുടങ്ങിയത്. പിന്നെ അന്ന് മുതലേ ഈ പറഞ്ഞ പോലെ ഒരു നമുക്ക് ഈ എന്താ പറയുക ആക്ടിവിസം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പല കാര്യങ്ങൾ കൊണ്ട് അതിനോട് വലിയൊരു ഇതുണ്ടായിരുന്നു. ഒന്ന്, എല്ലാവരെയും പോലെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ലെഫ്റ്റ് ചിന്താഗതിയുണ്ട്. അപ്പോൾ അത് അറിയാമല്ലോ, മിക്ക ആളുകളും ഈ പറഞ്ഞ പോലെ ഒരു ലെഫ്റ്റ് ചിന്താഗതി വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഒരു ആക്ടിവിസം ഉണ്ടാവും. ആ സമയത്ത് പിന്നെ എന്താ പറയുക പുതിയ കാര്യങ്ങളോടുള്ളൊരു അപ്രോച്ച് അതെല്ലാം ഉണ്ടാവും. പിന്നെ അറിയാലോ 20 വയസ്സ് ആ കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തിനേയും ചോദ്യം ചെയ്യാനുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയത് എനിക്ക് തോന്നി അന്ന് മീഡിയ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് മീഡിയ സ്റ്റഡീസിലേക്ക് അന്ന് പോകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും, ഇലക്ട്രോണിക്സ് അത്തരം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും പിന്നീട് ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. പിന്നെ ജേർണലിസത്തിൽ ആക്ച്വലി അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇതിനെക്കുറിച്ച് കാണുന്നത് ഒരുപാട് എന്താ പറയുക മീഡിയ ആക്ടിവിസ്റ്റുകൾ അവരെയൊക്കെ കണ്ട് പ്രചോദനം ഉണ്ടായിട്ടാണ് നമ്മൾ ശരിക്കും മീഡിയയിലേക്ക് വരുന്നത്. പക്ഷേ മീഡിയ ശരിക്കും ഒരു 24/7 ന്യൂസ് ചാനലൊക്കെ വരുന്ന സമയത്ത് ശരിക്കും മീഡിയ ശരിക്കൊരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റ് പോലെയായി. അപ്പോൾ ആ പ്രൊഡക്റ്റിനകത്ത് എന്താ പറയുക ഒരു മാർക്കറ്റിംഗ് വന്നു. മാർക്കറ്റിംഗ് വരുമ്പോഴേക്ക് ആ വാർത്ത പിന്നെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നെ മറ്റുള്ളവരായിട്ട് മാറുമ്പോൾ വാർത്തക്ക് വേറെ സ്വഭാവമായി. പക്ഷേ ബേസിക്കലി റിപ്പോർട്ടേഴ്സ് എപ്പോഴും റിപ്പോർട്ടേഴ്സ് തന്നെ കേട്ടോ, അവരെ ഒരിക്കലും സത്യം അല്ലാതെ വേറൊന്നും ബേസിക്കലി പറയാറില്ല. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷനിലും ബാലൻസിങ്ങിലും ഒക്കെ ഒരുപാട് ഇതുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ പ്രോഗ്രാമിലേക്ക് മാറുന്നത്. പ്രോഗ്രാം പക്ഷേ എപ്പോഴും മാർക്കറ്റിങ്ങുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ ചാനൽ സ്റ്റുഡിയോകളിൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നൊരു സംഭവമാണ്. നമ്മളതിൻ്റെ ക്രിയേറ്റീവ് സൈഡാണ് നോക്കുന്നതെങ്കിൽ പോലും നമ്മളൊരു കണ്ടൻറ് ഉണ്ടാക്കിയിട്ട് ഒരാളിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് എങ്ങനെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്കറിയാം. അന്ന് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അനാലിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലും അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ടാം റേറ്റിംഗ്, ഇപ്പോൾ ബാർക്ക് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്ന് ടാമിനെയാണ് നമ്മൾ ബേസ് ചെയ്തുകൊണ്ടിരുന്നത്. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു പൾസ് കിട്ടുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്കൊരു ഓഡിയൻസ് പൾസ് എപ്പോഴും കിട്ടും. എപ്പോഴും നമുക്കൊരു ഓഡിയൻസ് പൾസ് കിട്ടും. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ പിന്നെ എയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ കോളായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ ഒക്കെ പറയും അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓഡിയൻസ് റെസ്പോൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ അതെല്ലാം ആക്ച്വലി പിന്നീട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീഡിയ കുറച്ച് കാലം ഒന്ന് വിട്ടേക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ്
എനിക്ക് പേഴ്സണലി കുറച്ച് മാർക്കറ്റിംഗ് പ്രോജക്റ്റുകൾ ചെയ്യാനും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇതിനകത്തോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി കുറച്ചുകൂടെ എനിക്ക് രസമായിട്ട് തോന്നി. ഇതും ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ. ആദ്യം മാർക്കറ്റിംഗ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നൊരു പരിപാടി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നെയാണ് മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ തരം സംഭവങ്ങളും, അതായത് സർവീസ് ആയാലും പ്രൊഡക്റ്റ് ആയാലും ഇതെല്ലാം പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഒരാളുടെ ഏതെങ്കിലും സ്റ്റേജിലുള്ള പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നു. ആ സോൾവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ജേണി നമ്മൾ മനസ്സിലാക്കണം. അത് ഞാൻ നോക്കിയപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് ആ ഒരാളുടെ ജേണി, ഒരു ക്യാരക്ടറിൻ്റെ ജേണി മനസ്സിലാക്കിയ പോലെ തന്നെയാണ് ഒരാളെ ശരിക്കും ബയർ പേഴ്സോണാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ നമ്മൾ കണ്ടിട്ടാണ് അയാൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, അപ്പോൾ അയാൾ എന്ത് പ്രോബ്ലമാണ് ഫേസ് ചെയ്യുന്നത്, അപ്പോൾ അയാൾക്ക് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സർവീസ് വെച്ചിട്ടാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെങ്ങനെ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയൊരു ത്രില്ലായിട്ടാണ് തോന്നിയത് ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. പിന്നെ എനിക്കെപ്പോഴും ഈ റിസർച്ച് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോഴും പിന്നെ പഠിക്കുക, ആക്ച്വലി ഇപ്പോഴും ചില കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനം വരെ കണ്ടിട്ട് പോകാമെന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയതാണ് ശരിക്കും. ഒരു ബിസിനസ് ഓണർ SEO എന്താണെന്ന് അറിയത്തില്ല, ഒരു പുതുതായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് വരുന്നൊരു ബിസിനസ് ഓണറിന് SEO എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? SEO അത് ശരിക്കും പിന്നെ ബിസിനസ് ഓണേഴ്സ് പല ആളുകൾക്കും അറിയില്ല കേട്ടോ SEO എന്താണെന്ന്. ബിസിനസ് ഓണേഴ്സിന് മാത്രമല്ല, പല എന്താ പറയുക ഈ വലിയ എന്താ പറയുക ഏജൻസിയിലിരിക്കുന്നവർക്ക് പോലും SEO യഥാർത്ഥത്തിൽ എന്താണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചില വർക്കുകളെ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് കമ്മ്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ SEO വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത് ഒരു സംഭവമാണ്. ശരിക്കും ബേസിക്കലി SEO എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു ഓഫീസ് ഉണ്ടാക്കി, ഇപ്പോൾ അൺലേൺഡ് തന്നെ ഒരു ഓഫീസ് നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇതിപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ആളുകൾക്ക് ഇവിടെ വരാനും പോകാനും വേണ്ടിയിട്ട് നിങ്ങളൊരു ഗേറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് പിന്നെ ഒരു വഴിയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ ആ വിസിബിലിറ്റി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ ഈ പ്രൈം ലൊക്കേഷനിലാണ് നിങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആളുകൾക്ക് ഇവിടെ വരണം, ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം, ആ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. ബേസിക്കലി SEO അങ്ങനെ തന്നെയാണ്. ഒരു വെബ്സൈറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെർച്ച് എഞ്ചിൻ ആദ്യം അതിനകത്തേക്ക് കയറി വരണം. അപ്പോൾ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളൊരു വാക്ക് വന്നത്. ബേസിക്കലി അതാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് എന്താ പറയുക ലിമിറ്റ്ലെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഓഫീസ് എടുക്കാം, നിങ്ങളുടെ ഒരു ബിസിനസ് ആണെന്ന് എടുക്കാം. അത് ഒരു രാവിലെ ഒരു 8 മണിക്ക് തുറന്നിട്ട് ഒരു 5 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിളിക്കുമ്പോൾ സംശയങ്ങൾ പറയാനായിട്ട് റിസപ്ഷനിസ്റ്റ് കാണും, അല്ലെങ്കിൽ കോൾ അസിസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ കാണും, കസ്റ്റമർ സപ്പോർട്ടിലെ ആളുകൾ കാണും, ഒക്കെ കാണുമല്ലോ. 5 മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ ഫോൺ എടുക്കുമോ? ഇല്ല. പക്ഷേ 5 മണിക്ക് ശേഷം ഒരാൾക്ക് 8 മുതൽ 5 മണി വരെ മാത്രമേ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് വരാൻ പാടുള്ളൂ എന്നില്ല. ചിലപ്പോൾ രാത്രി നമ്മളൊക്കെ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കുന്നവരാ, അറിയാലോ, നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് 2 മണിക്ക് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് പിന്നെ നല്ലതാണോ അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുമ്പോൾ അത് എനിക്ക് പറ്റിയതാണോ എന്നുള്ള സംശയങ്ങൾ വരാം. ആ സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമുക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമ്മളുടെ വെബ്സൈറ്റ് ആൻസർ ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് 24/7 നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ ഉപരിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെയുള്ള എന്താ പറയുക, നമ്മളങ്ങനെ പറയാമോ എന്നറിയില്ല, നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അവരൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. 24/7 രായ്ക്ക് രാമാൻ അത് നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഏത് സമയത്തും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റെസ്റ്റ് ഇല്ല, അതിന് ഹോളിഡേ ഇല്ല, അതിന് ലീവില്ല, ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ലീവില്ല, മെറ്റേണിറ്റി ലീവില്ല, ഒന്നുമില്ല. നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഏത് സമയം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വേറെ ഏതെങ്കിലും സ്റ്റാഫ് അങ്ങനെ ലീവില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടോ? അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ എന്താ പറയുക ഓൺലൈൻ പ്രസൻസ് മാത്രമാണ് യഥാർത്ഥത്തിൽ. അത് ഈവൻ സോഷ്യൽ മീഡിയ ആയാലും അതെ, വെബ്സൈറ്റ് ആയാലും അതെ. പക്ഷേ വെബ്സൈറ്റിന് വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇൻ്റർനെറ്റിലെ ഒരു അഡ്രസ്സാണ്, അത് ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. ഈവൻ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ പോലും അത് നമ്മളുടെ ഒരു എന്താ പറയുക വിസിബിലിറ്റി കൂട്ടും. പക്ഷേ ഇത് നമുക്ക് ക്രെഡിബിലിറ്റി കൂട്ടും, ട്രസ്റ്റ് ഉണ്ടാക്കും.
ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈം ലൊക്കേഷനിലൊരു ബിസിനസ് വന്നു. ആ ബിസിനസ് വഴിയെ പോകുന്നവരൊക്കെ കാണും. പക്ഷെ അവിടെ കണ്ട് അതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവണം. അവിടെ നിന്നൊരു സംഭവം വാങ്ങണം എന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ നമ്മൾ എത്ര ബിസിനസ്സുകൾ ഈ പറഞ്ഞ പോലെ വിസിബിലിറ്റി ഉണ്ട്, പക്ഷേ അതിന് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കച്ചവടം നടക്കില്ല. അങ്ങനെ കച്ചവടം നടക്കണമെന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് ഫാക്ടറൂടെ അതിനകത്തേക്ക് കൂട്ടണം. അതുമാത്രമല്ല ക്രെഡിബിലിറ്റി കൊണ്ടുവരണം. പിന്നെ SEO ശരിക്കും പറഞ്ഞാൽ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ബ്രാൻഡിങ് യഥാർത്ഥത്തിൽ ഈ SEOയിലൂടെ നടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുന്നത് ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അറിയാവുന്ന ഒരാൾ, അയാൾ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. അയാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മുടെ വെബ്സൈറ്റാണ് ആൻസർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കതുവഴി നല്ല വിസിബിലിറ്റിയും നല്ല ബ്രാൻഡിങ്ങും കിട്ടും. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പല ആളുകളും വിചാരിക്കും ഈ ബിസിനസ് പിന്നെ നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതല്ല, ബിസിനസ് എൻഹാൻസ്മെൻറ്റ്, അതായത് നമ്മളുടെ ബിസിനസ് മറ്റ് സമാനമായ ബിസിനസ് ചിന്താഗതിയുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ ചില ഫ്രാഞ്ചൈസ് ഓപ്ഷൻസ്, നെറ്റ്വർക്കിങ്, ഇങ്ങനെ പല കാര്യങ്ങളും SEOയിലൂടെ നടക്കും. ഇതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലായിട്ടും ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ആയുർവേദിക് ഹോസ്പിറ്റലായിരുന്നു. ഡൗട്ടുകളാണ് അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും. അതായത് ടോപ്പ് ഓഫ് ദ ഫണൽ ആർട്ടിക്കിൾ നമ്മൾ പൊതുവെ വിളിക്കുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്ന് സിറ്റിയിൽ അവരുടെ ക്ലിനിക്കിലുണ്ടായിരുന്ന സൗകര്യം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അത്തരം ആക്ടിവിറ്റീസിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തു. പിന്നീടൊരു ഫാർമസി തുടങ്ങുക, ഓൺലൈൻ ഫാർമസി തുടങ്ങുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് നോട്ടീസ് ചെയ്യപ്പെട്ടു. പല രാജ്യങ്ങളിലും പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു വെബ്സൈറ്റ് നോട്ട് ചെയ്യപ്പെടും. ഈ ഡോക്ടർ കുറച്ചധികം പോപ്പുലറായും ചെയ്ത സമയത്ത് അവർക്കൊരു എൻക്വയറി വരികയാണ് സ്പെയിനിൽ നിന്ന് എൻക്വയറി വരുന്ന സമയത്ത് അവർക്കൊരു ബിസിനസ് കൊളാബറേഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. അവിടെ ഒരു വലിയ ഒരു ഹിൽ റിസോർട്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ SEOയിലൂടെ വന്നതാണ്. നമ്മുടെ ഒരു എന്താ പറയുക, നമുക്കൊരു പെയ്ഡ് മാർക്കറ്റിങ്ങിലൂടെ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ആ 24/7 പ്രസൻസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അവരവിടെ നിന്ന് ഇവിടെ വരികയും അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ പിന്നീട് മുന്നോട്ട് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള കൊളാബറേഷൻസ് ഇതെല്ലാം ആക്ച്വലി ഈ SEOയുടെ ഒരു ബെനിഫിറ്റായിട്ട് വരും. ആക്ച്വലി ഒരു ലീഡിനെ ക്വാളിഫൈ ചെയ്ത് അതെ പ്രോസസ് ചെയ്യുന്നത് SEO ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു നട്ടെല്ലാണ് യഥാർത്ഥത്തിൽ. ഈവൻ നമ്മൾ സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഗൂഗിൾ ആഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് SEO അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാരണം ഒരാൾ നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കും. പൊതുവേ നമ്മൾ ടൗണിൽ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓഫീസിൽ കണ്ടു കഴിഞ്ഞാലും എവിടെ കണ്ടാലും നിങ്ങൾ ആരാന്ന് ആദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താ. നെക്സ്റ്റ് ചോദ്യം നിങ്ങളുടെ വീട് എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ക്രെഡിബിലിറ്റിയാണ് ഓൺലൈനിൽ. അപ്പോൾ അതാണ് ഒരു വെബ്സൈറ്റ് ചെയ്യുന്നതും ആ വെബ്സൈറ്റിനെ പോപ്പുലർ ആക്കുന്നതാണ് SEO ചെയ്യുന്നത്. അപ്പോൾ അതാണ് SEOയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഈ SEO വർക്ക് പ്രൊജക്റ്റുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ SEOയെ കുറിച്ച് ഈ ബിസിനസ് ഓണേഴ്സ് ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിന് ആദ്യം ബിസിനസ് ഓണേഴ്സ് ബേസിക്കായിട്ട് ചെയ്യുന്ന കുറച്ച് ഹോംവർക്ക്സ് എന്തൊക്കെയാണെന്ന്. അതെ, ബിസിനസ് ഓണേഴ്സ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ പോലെ അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ ഒരു ഓൺലൈൻ പ്രസൻസ് ഇനിയുള്ള കാലത്ത് കൃത്യമായിട്ട് അത് ചെയ്തിരിക്കണം. ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ഈവൻ SEOക്കാരും ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ SEOക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അവരുടെ ബിസിനസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം. പലപ്പോഴും ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യായിരിക്കും ചെയ്യുക. പക്ഷേ ആ ബിസിനസ്സിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണ്, ആ ബിസിനസ് ഇപ്പോൾ നിലവിലുള്ളൊരു പുതിയ മോഡൽ അല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിലവിൽ എത്രത്തോളം മാർക്കറ്റ് ഷെയർ അതിനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കായിട്ട് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്, അത് ഏത് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏത് ഡെമോഗ്രഫി അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആളുകളുടെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് നമുക്കതിനൊരു യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റണം. അത് ഏത് ഇതിനകത്ത് നമുക്ക് യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പല ബിസിനസ്സുകാരുടെയും സ്റ്റോറീസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവർക്കെല്ലാം ഒരു യുണീക്നെസ്സും ഒരു യുണീക്ക് സ്റ്റോറി ടെല്ലിംഗ് രീതി അവർക്ക് കൊണ്ടുവരാൻ പറ്റും. അത് വെബ്സൈറ്റിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈവൻ നമ്മളൊരു ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ
നമ്മൾ പിന്നെ കൊടുക്കുന്നത് കൂടുതലായിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ സെൻട്രിക് ആയിട്ട് അവർക്ക് മാക്സിമം ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന രീതിയിലേക്കാണെന്ന് വിചാരിക്കാം. ചില ആളുകൾ ഈ പറഞ്ഞ പോലെ ആ സ്പോട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അതായത് കാണിക്കുന്ന സ്പോട്ടുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ പല രീതിയിലും നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരാൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം ഇത് കൊടുക്കുന്നു, കസ്റ്റമറാണ് അവരുടെ മെയിൻ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കുന്നു, അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ എന്ത് തന്നെയാലും ഈ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നെ കണ്ടൻറ്റ് പ്ലാനിങ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ചാടിക്കയറി ഒരു വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ പല ഇതിനകത്തും കാണുന്നതാണ്, കമ്മ്യൂണിറ്റികളിലൊക്കെ 5,000 രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്യും, 2,000 രൂപയ്ക്ക് വെബ്സൈറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതല്ല. വെബ്സൈറ്റ് എന്നുള്ളൊരു ഡൗട്ട് അതല്ലേ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ പലപ്പോഴും പറയാറുണ്ട്, അതായത് ഒരു 4 പേജും ഒരു ഹോം പേജും പിന്നെ ഒരു 4 പേജും പിന്നെ ഒരു കോൺടാക്ട് പേജും മാത്രമുള്ളൊരു സംഭവം അല്ല വെബ്സൈറ്റ്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഓൺലൈൻ റെപ്രസെൻറ്റേഷനാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ട ഒരു സംവിധാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു 4 പേജുകളോ കുറച്ച് ചിത്രങ്ങളോ കുറച്ച് വാക്കുകളോ അല്ല. അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു വലിയ മെക്കാനിസമാണ് ഈ എന്താ പറയുക വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിലേക്ക് വേണം ചെയ്യാൻ. അത് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് പ്ലാൻ ചെയ്യണം. ആദ്യം തന്നെ എന്ത് കണ്ടൻറ്റാണ് നമ്മൾ കൊടുക്കുക, അതിന് മുമ്പായിട്ട് നമ്മൾ ഓഡിയൻസിനെ ആദ്യം ഡിഫൈൻ ചെയ്യണം. ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിലാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ഈ ഹെൽത്ത് കെയറിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമുക്കറിയാവുന്നത് എല്ലാം രോഗികളാണെന്നാണ് നമുക്ക് ആകെ അറിയാവുന്നത്. എല്ലാവരും രോഗികളാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് ചില ടൈപ്പ് ഓഫ് കാറ്റഗറിയുള്ള ആളുകളാണ് ചില ഹോസ്പിറ്റലുകൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും എല്ലാ ഹോസ്പിറ്റലുകളിലും പോകാറില്ല. എല്ലാ ഹോസ്പിറ്റലിലും മിക്കവാറും എല്ലാ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ എല്ലാവരും എല്ലാ ഹോസ്പിറ്റലിലും പോകുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് അവിടെ വേണം. ഒന്ന് ഡോക്ടറാവാം, അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെർട്ടൈസിനസ് ആവാം. അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് യുണീക്കായിട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം നമ്മുടെ അപ്രോച്ചിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളൊരു വെബ്സൈറ്റിനകത്തൊരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് കൂടെ നമ്മൾ കൊണ്ടുവരണം. വെബ്സൈറ്റിനെ പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. വളരെ ഈ പറഞ്ഞ പോലെ റോ ആയിട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 4 പേജ് ഉണ്ടാക്കി വെക്കാം. അതല്ലാതെ നമ്മളുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെർച്ച് എഞ്ചിനോട് പറഞ്ഞിട്ട് അത് ആളുകളിലേക്ക് എത്തിക്കാം. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു, ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയില്ല. പല വെബ്സൈറ്റുകളുടെ അവസ്ഥ ഇതാണ്, ഊമകളാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം, ഇതെന്താണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവരുടെ ബിസിനസ് എന്ന് നമുക്കൊരു ഐഡിയയും കിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാം, നമുക്ക് ആ ലുക്കിലും ആ ഫീലിലും കിട്ടുന്നത്. ഇപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പോൾ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഒരാൾ നിൽക്കുമ്പോൾ കൊള്ളാം എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ഇവൻ വായ തുറന്നിട്ടില്ലെങ്കിൽ ഇവൻ ഊമയാണ്. ഇവൻ എന്താ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവൻ്റെ മനസ്സിൽ എന്താണെന്നോ ഇവൻ്റെ പാസ്റ്റ് എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. ഇവൻ എന്തിനു വേണ്ടി അവിടെ നിൽക്കുന്ന പോലും അറിയില്ല. പക്ഷേ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അയാൾ കൃത്യമായിട്ട് ആരാണ്, എന്താണ്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, അയാളെ കൊണ്ട് നമുക്ക് എന്താണ് ഗുണം, ഇതെല്ലാം മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെയാണ് വെബ്സൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ പേജും ഓരോ വാക്കുകളും ഓരോ പാരഗ്രാഫുകളും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബിസിനസ് അതിലൂടെ ആളുകളിലേക്ക് എത്തും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ കാണാവുന്ന വെബ്സൈറ്റുകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില വെബ്സൈറ്റുകളുണ്ട്, എല്ലാ വെബ്സൈറ്റും നല്ല വെബ്സൈറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്ന വെബ്സൈറ്റുകളുണ്ട്. പക്ഷേ പല വെബ്സൈറ്റുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ ഇതാണ്, അതായത് അത് ഈ തട്ടിക്കൂട്ടി സെറ്റപ്പ് ആയിരിക്കും പലപ്പോഴും. അത് അറിയാലോ, അത് 5,000 രൂപയ്ക്ക് ചെയ്താലും അതെ, 1,00,000 രൂപയ്ക്ക് ചെയ്താലും അതെ. ഞാൻ ഈ അടുത്ത് ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഒരു 80,000 റുപ്പീസിന് ചെയ്തൊരു വെബ്സൈറ്റ് നമുക്ക് റീവാമ്പ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഉണ്ടായിട്ടില്ല, അതിനകത്തൊന്നുമില്ല. അവർ കുറച്ച് പേജുകൾ ഉണ്ടാക്കി അവരുടെ ഒരു ബിസിനസ് മോഡലോ അവരുടെ ബിസിനസ് എന്താണെന്നോ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഓണേഴ്സിന്റെ പ്രശ്നമാണ്. അവർ കോമ്പറ്റീറ്റേഴ്സിന് ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് എനിക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഡെവലപ്പേഴ്സിന് കൊടുക്കും. ഡെവലപ്പേഴ്സ് അതിൻ്റെ ഒരു കണ്ടന്റ് കോപ്പി ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്ത് ചെയ്യുന്നത്. അത് ഈ ബിസിനസ് ഓണേഴ്സിന് ഒരു നോളജ് ഗ്യാപ്പ് കിടക്കുന്നത് കൊണ്ടാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, അതങ്ങനെയുണ്ട്. അതായത് നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ റെപ്ലിക്ക എന്ന് പറഞ്ഞ പോലെ എല്ലാം റെപ്ലിക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. ആദ്യം ഓരോന്നിൻ്റെ എടുത്തിട്ട് നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബിസിനസ് ഈ പറഞ്ഞ പോലെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുന്നത് നല്ലതാണ് എപ്പോഴും. പക്ഷെ ആ ബിസിനസ്സിൽ പോകുന്ന ഒരാൾ നമ്മുടെ അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കണം. ഇപ്പോൾ ഞാൻ തന്നെ അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരും രോഗികളോട് ഒരേ അപ്രോച്ച് അല്ല.
ചില ആളുകൾ കുറച്ചുകൂടെ സിൻസിയറായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൽ ആ സമയത്ത് ഞാനും ആ ഒരു രീതി സ്വീകരിക്കാൻ തുടങ്ങി കേട്ടോ. അതായത് കസ്റ്റമേഴ്സിനോട് നമ്മൾ വളരെ ലോയലായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സത്യം പറയാന്നുള്ളൊരു ശീലം കൊണ്ടുവരാൻ ശ്രമിച്ചു. പൊതുവേ നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റോറീസ് എല്ലാം അറിയാലോ ബയാസ്ഡ് ആയിരിക്കും, നമ്മുടെ ബിസിനസ്സിനോട് ബയാസ്ഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നായിരിക്കും. അത് അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവാം. പക്ഷേ നമ്മൾ അവരുടെ തുറന്ന് പറയാൻ തുടങ്ങുകയാണ്, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റിയതല്ല, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. കാരണം ബാഡ് ഫിറ്റും ബെസ്റ്റ് ഫിറ്റും നമ്മൾ തിരിച്ചറിയാമെന്ന് പറയും അതിനകത്ത്. അതായത് ഒരു കസ്റ്റമർ ഒരു ബിസിനസ്സിൻ്റെ ബാഡ് ഫിറ്റ് ആണോ, അയാളൊരു നല്ല ആളാണോ, അല്ലെങ്കിൽ നല്ല കസ്റ്റമറാണോ എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം അവരുടെ അടുത്ത്. നിങ്ങൾ ഈ രീതിയിലുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സർവീസോ അന്വേഷിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണിത്. പക്ഷേ അതല്ല, നിങ്ങളുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ളൊരു സർവീസാണ് നോക്കുന്നത് എങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് ബോൾഡായിട്ട് പറയാൻ പറ്റണം. ഞാൻ എപ്പോഴും എക്സാമ്പിൾ പറയുന്നൊരു സംഭവമുണ്ട്. അമേരിക്കയിൽ യാലെ അപ്ലയൻസസ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുണ്ട്. അവരിപ്പോഴും അവരുടെ ഒരു ആർട്ടിക്കിൾ 2025 എഴുതിയൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഏറ്റവും ലീസ്റ്റായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹോം അപ്ലയൻസസ് ബ്രാൻഡുകളെ പറ്റി അവർ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ബ്ലോഗ് എഴുതിയിട്ടുണ്ട്. ഏറ്റവും, അതായത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹോം അപ്ലയൻസ് ബ്രാൻഡ് കേരളത്തിൽ ഏതെങ്കിലും ഹോം അപ്ലയൻസസ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് സപ്ലയേഴ്സ് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു എക്സ് എന്നുള്ള കമ്പനി, നമ്മൾ ഇപ്പോൾ ബ്രാൻഡ് പറയണ്ട, എക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ മൊബൈൽ വാങ്ങാൻ കൊള്ളില്ല എന്ന് പറയുമോ? പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഡീലർഷിപ്പ് കട്ടായിപ്പോയി എന്ന് വരും. പക്ഷേ അങ്ങനെ ഒരു സത്യം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഫാക്റ്റ്. ഇപ്പോൾ എക്സ് എന്നുള്ളൊരു കമ്പനിയുടെ ഒരു മൊബൈലിന് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഓപ്പണായിട്ട് പറയുകയാണ് നമ്മുടെ വെബ്സൈറ്റിലൂടെ ഈ മൊബൈലിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഡീലർക്ക് ഒരുപക്ഷെ പ്രശ്നം ഉണ്ടാകുന്നതല്ലാതെ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് കൂടി വരികയാണ് അവിടെ. കാരണം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയാണ്, നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് നമ്മൾ ഓപ്പണായിട്ട് പറയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പെറൻസി കൂട്ടുന്നതാണ്, ട്രസ്റ്റ് കൂട്ടുന്നതാണ്. അപ്പോൾ അതും നമ്മൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് സെർച്ച് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കാനായിട്ട് പഠിക്കണം. ഈ പല ആളുകളും ഈ പറഞ്ഞ പോലെ എസ്സിയുടെ ഒരു ബേസിക് അറിയാലോ, കീവേഡ് റിസർച്ച് എന്ന് പറയുന്നതാണ് ബേസിക്. അത് ഏതെങ്കിലും ഒരു ടൂളിലിട്ടിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ തന്നെ ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ അത് തന്നെ ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ കീവേഡ് റിസർച്ച് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മളുടെ ഒരു എന്താ പറയുക ലോജിക്ക് തന്നെയാണ്. ആദ്യം എല്ലാ കീവേഡ് റിസർച്ച് ടൂളിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആളുകൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ചെറിയൊരു ലോജിക്ക് മാത്രം മതി. ആളുകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക. ഒന്നും വേണ്ട, നമ്മൾ യൂസ് കേസുകൾ എടുത്ത് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു, ഇപ്പോൾ ഒരു തലവേദനയാണ് വന്നത് അല്ലെങ്കിൽ ഒരു പല്ലുവേദനയാണ് വന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത് നമ്മുടെ സിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അമേരിക്കയിലുള്ളൊരു പല്ലുവേദനയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലുള്ളൊരു സംഭവം അന്വേഷിച്ച് പോവില്ല. നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആവാൻ നോക്കും. നമ്മുടെ സിറ്റിക്ക് അടുത്തുള്ള, അതായത് നിയർ ബൈ ഒന്ന് സെർച്ച് ചെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളൊരു നല്ലൊരു ദന്തിഷ്ഠനെയാണ് നമ്മൾ നോക്കുക. അതൊരു ലോജിക്കാണ്. ആ ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ബേസിക്കായിട്ട് ഇത്തരം കുറേ കീവേഡ്സ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നന്നായി റിസർച്ച് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ അടുത്ത് വരുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, നമുക്ക് ഇന്ന പ്രൊഡക്റ്റുകളാണ് ഉള്ളത്, നമുക്ക് ഇന്ന കീവേഡുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയും. പിന്നെ നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ വേരിയൻസിലേക്ക് പോവാം. അവർ തരുന്ന ഒരു ബേസിക് കീവേഡ് റിസർച്ചിൽ നിന്ന് നമുക്ക് വേരിയൻസിലേക്ക് പോകാം. ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത് തന്നെ ആളുകളോട് സെർച്ച് ചെയ്യണമെന്ന് നമുക്ക് കസ്റ്റമേഴ്സിനോട് പറയാൻ പറ്റുമോ? അങ്ങനെ റൂളൊന്നും ഇല്ലല്ലോ ഈ രാജ്യത്ത്. ഞങ്ങളുടെ കീവേഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ കീവേഡ് സെർച്ച് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. കസ്റ്റമേഴ്സ് അവർക്ക് തോന്നിയ പോലെ സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യാമോ അവർ ആ പോസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബേസിക് കീവേഡ്, അതായത് ഇവരുടെ ഒരു സീഡ് കീവേഡ് ഉണ്ടാവില്ല ഇവർ നമ്മൾ തന്നിരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ ഒരേ പ്രൊഡക്റ്റ് ഒരേ സർവീസ് തന്നെ ആളുകൾ ഡിഫറൻ്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡിഫറൻറ്റ് പേജുകളൊക്കെ ആക്കി മാറ്റേണ്ടി വന്നു വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഫോണ് സാംസങ്ങിൻ്റെ ഇപ്പോൾ S25 അൾട്ര ബെസ്റ്റ് ക്യാമറ ഫോൺ എന്ന് സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് അത് കാണിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുള്ള ഒരു ക്യാമറ ഫോണാണ്. അതേസമയം തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു കൊടുക്കാം. രണ്ട് യൂസ് കേസാണ്, രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. അല്ലെങ്കിൽ സർവീസ് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ക്യാൻവ അറിയാലോ, ക്യാൻവ എന്ന് പറയുന്നൊരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ്. അത് ഇപ്പോൾ ബെസ്റ്റ് ഫ്രീ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഫോർ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം ക്യാൻവ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം.
ഇത് തന്നെ ബെസ്റ്റ് ഫ്രീ ഡിസൈനിങ് സോഫ്റ്റ്വെയർ ഫോർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാം അവരെ. അപ്പോൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ പല ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഓഡിയൻസ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാം, പല ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല രീതിയിലേക്ക് വരും. അപ്പോൾ ഇത്തരം സജഷൻസ് ഒക്കെ നമുക്കാണ് കൊടുക്കാൻ പറ്റുക. ബിസിനസ് ഓണേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് ആളുകൾ എങ്ങനെയായിരിക്കും സെർച്ച് ചെയ്യുക, അവർക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, അതിൻ്റെ പിന്നെ യുണീക്നെസ്, ഇതെല്ലാം നമ്മളോട് പറയാൻ പറ്റും. ഒരു കീവേഡ് റിസർച്ചിൽ ബേസിക്കായിട്ട് അവർക്കും കുറേ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെബ്സൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ബേസിക്കായിട്ട് നമ്മുടെ ഓഡിയൻസ് ആരാണ്, അതിൻ്റെ ഓഡിയൻസ് സെഗ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് ഡെവലപ്പർ എടുത്ത് അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്റർ എടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഡെവലപ്പർ അടുത്ത് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ SEOയിലുള്ള ജോബ് റോൾസ് വളരെ കുറവാണ്. നമ്മളൊരു SEO അനലിസ്റ്റ്, നമ്മളൊരു SEO എക്സിക്യൂട്ടീവ് എന്നൊക്കെയാണ് പറയാം. ഇപ്പോൾ പിന്നെ SEO എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എക്സ്പേർട്ടാണല്ലോ, അങ്ങനെ ഇതുകൂടെ ഉണ്ട്. പലരും എക്സ്പേർട്ടുകളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ശരിക്കും സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആളുകളുണ്ട്, അല്ലെങ്കിൽ കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കീവേഡ് റിസർച്ച് ചെയ്യും, കണ്ടന്റ് ഏതൊക്കെ ദിവസങ്ങളിൽ കണ്ടന്റ് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആളുകളല്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ കാണുന്ന കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് എന്ന് വെക്കുന്നത്. അതല്ല, യഥാർത്ഥത്തിൽ ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് എങ്ങനെയായിരിക്കണം, അതിന് നമുക്ക് എന്ത് അപ്രോച്ച് കൊണ്ടുവരണം, ആ ബിസിനസ് ഓണറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ വിഷൻ ആദ്യം എടുക്കണം. ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകൾക്ക് തന്നെ പല ടൈപ്പ് ഓഫ് വിഷൻ കാണും. ഇപ്പോൾ EV കാറുകൾ വിൽക്കുന്നവർക്ക് കാർബൺ എമിഷൻ ഒഴിവാക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ഒരു വിഷൻ എന്നുള്ളത്. മറ്റൊന്ന് ചിലപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കാം. പല വിഷൻ ഉണ്ടാവും ഇവർക്കൊക്കെ. അപ്പോൾ ഇവരുടെ വിഷൻ നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അത് പല ബിസിനസ്സിലും പല ആളുകളും ചെയ്യാറില്ല. കാരണം വിഷൻ ഒരു വലിയ മാർക്കറ്റിംഗ് ടൂളാണ് പല ആളുകളുടെയും. ടാറ്റയൊക്കെ ഉപയോഗിച്ച് വിജയിച്ചാണല്ലോ, അറിയാലോ. അപ്പോൾ അതുപോലെ എല്ലാ ആളുകൾക്കും ഒരു വിഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ ഇപ്പോൾ വിഷൻ നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് അവരുടെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ബിസിനസ് ചെറിയൊരു ബിസിനസ്സാണെന്ന് വിചാരിക്കാം, ഒരു ഹാൻഡ് മെയ്ഡ് സോപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ്സാണെന്ന് വിചാരിക്കാം. അവർക്കും ഒരു വിഷൻ ഉണ്ട്, നമുക്കത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ വിഷൻ കൊണ്ട് എടുക്കുക, എന്നിട്ട് ആ ബിസിനസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൻ്റെ ഒരു നീഡ് ഉണ്ടാവും, ആ നീഡിനെ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതേ പ്രൊഡക്റ്റ് തന്നെ പല ആളുകളും കൊടുക്കുന്നുണ്ടാവും, പക്ഷേ എവിടെയോ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതെന്താണ് എന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയിട്ട് ഇതിന് പറ്റിയ കണ്ടന്റ് യഥാർത്ഥത്തിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, അവിടെയാണ് SEO സ്ട്രാറ്റജിസ്റ്റും കൂടെ വരേണ്ടത്. അതായത് ഇതെല്ലാം ഈസിലി ആക്സസിബിൾ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ പല ആളുകളും നമുക്കറിയാം, ഇപ്പോൾ ഹോം പേജ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ പൊതുവെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഹോം പേജിനെ കുറിച്ച് എനിക്ക് ഒരു ഡൗട്ടുണ്ട്. ഹോം പേജ് ആക്ച്വലി ബ്രാൻഡിങ്ങിന് മാറ്റി വെക്കുന്നതല്ലേ നല്ലത്? ചില ഞാൻ അവിടുത്തെ ചെയ്ത ഒരുപാട് വെബ്സൈറ്റുകൾ ബെസ്റ്റ് ഇന്ന സർവീസിന് നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രാക്ടീസ് ഇങ്ങനെ, അതായത് പൊതുവെ നമ്മുടെ ഇവിടെയുള്ളൊരു വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോം പേജ് തന്നെ ഏതെങ്കിലും ഒരു കീവേഡിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് വെക്കും. അങ്ങനെ അസൈൻ ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളുടെ ആ ബിസിനസ് പോപ്പുലറായി തന്നെ വിചാരിക്കാം. ഒരു ഫിസിക്കൽ പ്രോബ്ലം ഞാൻ പറഞ്ഞു കേട്ടോ, അതിൻ്റെ തിയററ്റിക്കൽ സംഭവമല്ല, ഒരു ഫിസിക്കൽ പ്രോബ്ലം. നമ്മുടെ ബിസിനസ് പിന്നീട് വലുതാകുന്ന സമയത്ത് നമ്മൾ പിന്നീട് ഈ എഫേർട്ടെല്ലാം ഒന്നേന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിനെയല്ല അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഹോം പേജിൽ, അവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീവേഡിനെ ഫോക്കസ് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ സ്പെസിഫിക് ആവും. പക്ഷെ നമ്മുടെ അതന്നെ ഒരു പുതിയ ഒരു ബിസിനസ് പുതിയ രൂപത്തിലേക്ക് പോകുമ്പോൾ, അതെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴോ നമ്മുടെ വിഷനോ അല്ലെങ്കിൽ നമ്മളുടെ ഇതൊന്നും അതിനകത്തേക്ക് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഒരു ഹോം പേജ് ഒരു ബ്രാൻഡ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഗുണമായിരിക്കും. അത് മാത്രമല്ല, ഹോം പേജ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേജാണ്. ഒരാൾ ആദ്യം വരുന്നത് നമ്മുടെ പേര് സെർച്ച് ചെയ്ത് വരുന്ന ഒരു പേജാണത്. ഇപ്പോൾ ആളുകൾ അറിയാലോ, ഇപ്പോൾ ഹസൻ റാവുത്തർ ആരാണെന്ന് വന്ന് ചോദിച്ചു, അപ്പോൾ കണ്ടിട്ട് നിങ്ങളെ ഫസ്റ്റ് ലുക്കിൽ കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് അവരെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അതല്ലാതെ പിന്നീടാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്, അത് പിന്നീടുള്ള ടോക്കിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ SEOയിൽ ഈ പറഞ്ഞ പോലെ ഹോം പേജിലേക്ക് വരുമ്പോൾ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്, ഈ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നത്, അവർക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമുക്കൊരു ഹോം പേജിലൂടെ പറയാൻ പറ്റണം. അത് നമ്മുടെ ഒരു വിഷൻ അവിടെ പറയണം, നമ്മുടെ ഒരു അപ്രോച്ച് പറയണം, നമ്മുടെ രീതി പറയണം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് എക്സ്പെർട്ടൈസ്നെസ് ഉണ്ട് ഈ ഫീൽഡിൽ, ഇതും നമുക്ക് പറയണം ആ പേജിലൂടെ. പിന്നെ നമുക്ക് നമ്മുടെ ഓരോ സർവീസിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. കാരണം അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകണം.
ആ പർട്ടിക്കുലർ സർവീസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ആ പേജ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അതൊരു ആ സർവീസിൻ്റെ ഏറ്റവും നല്ലൊരു സോഴ്സ് പേജായിട്ട് മാറും, ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു പേജായിട്ട് മാറും. അപ്പോൾ അവിടുന്ന് മാക്സിമം ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു വെബ്സൈറ്റ് ഇൻഫർമേഷൻ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ അടുക്കി വെക്കണം. നമുക്കൊരു ബുക്കിൽ അത് കുറേയധികം തിയറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു റൂമിൽ ഒരു 10 കോടി രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുക. പക്ഷെ വേറൊരു റൂമിൽ ആ കൂടി ഒരു 10 ലക്ഷം രൂപയുടെ സാധനങ്ങളല്ലോ, മറ്റേ 10 കോടി രൂപയുടെ സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്തിരിക്കുക. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഒരു ഡയമണ്ട് ഒരാൾക്ക് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി വലിച്ച് ഇട്ടിരിക്കുക, ഒരു അറേഞ്ച്മെൻറ്റ്സും ഇല്ലാതെ. 10 ലക്ഷം രൂപ മാത്രമുള്ള അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ റിങ് ആണെന്ന് വിചാരിക്കാം. ആ റിങ് വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂമാണ്. അതിനകത്ത് കയറി എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് കയറാം, പെട്ടെന്ന് എടുക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതൊരു കള്ളൻ്റെ ചിന്താഗതിയിൽ ചിന്തിച്ചാൽ പോലും അയാൾ ഈ വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ റൂമിലേക്കേ വരും. കാരണം മറ്റേതിൽ കയറി കഴിഞ്ഞാൽ ഒരു സാധനം കണ്ടുപിടിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുമാണ്, അവൻ ചെയ്യില്ലോ. അത് മാത്രമല്ല, ഒരു സാധാരണ കസ്റ്റമറിൻ്റെ കേസിലാണ് ചിന്തിച്ചാൽ പോലും അയാൾ വന്നിട്ട് അയാൾക്ക് വേണ്ടൊരു കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ഇതേ കാര്യം സെർച്ച് എഞ്ചിൻ്റെ ഇതിലുണ്ട്. അതാണ് ഞാൻ തിയററ്റിക്കലി എന്ന് പറഞ്ഞത്. സെർച്ച് എഞ്ചിന് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇൻഫർമേഷൻ ഒരു വെബ്സൈറ്റിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സ്ട്രക്ചർ വളരെ നല്ല രീതിയിലേക്ക് വരണം. ഓരോ സെൻറ്റൻസുകൾ സ്ട്രക്ചർ ചെയ്യുന്ന രീതി വേണം. നമ്മൾ സെൻറ്റൻസിനകത്ത് പാരഗ്രാഫുകൾ സ്ട്രക്ചർ ചെയ്യുന്ന രീതി, സെൻറ്റൻസിനകത്തുകൾ വേർഡുകൾ ഉപയോഗിക്കുന്ന രീതി, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അങ്ങോട്ട് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ AI സെർച്ചൊക്കെ വരുന്ന സമയത്തേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചറും കണ്ടൻറ്റ് അലൈൻ ചെയ്യുന്ന രീതിയും വേർഡ് എംബഡ് ചെയ്യാന്ന് പറയും. വേർഡ് എംബഡ് ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. ഓക്കെ, നമുക്ക് ഈ LLM-ലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഷോപ്പിഫൈയും ChatGPT-യും കൂടെയൊക്കെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊക്കെ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോം വെബ്സൈറ്റിലൊക്കെ നമുക്ക് SEO എങ്ങനെ നമ്മുടെ AI സെർച്ച് എഞ്ചിനിൽ ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഈ കൊമേഴ്സ് വെബ്സൈറ്റുകൾ മാത്രമല്ല, എല്ലാ വെബ്സൈറ്റുകളും എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 25 വർഷമായിട്ടുള്ള നമ്മുടെ ഒരു സെർച്ചിൻ്റെ രീതി പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല ആളുകളും അതിനൊരു ഓവർ എക്സാജറേഷൻ കാണിക്കുന്നുണ്ട്. അത്രയും എക്സാജറേഷൻ്റെ ഒരു ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി വരുന്നൊരു 5 വർഷം കൂടെ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ നല്ലൊരു പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. ഗൂഗിളിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഷിഫ്റ്റ് ഭയങ്കര ഫാസ്റ്റുമാണ്. നമ്മൾ അതിനെ അവഗണിക്കാനും പറ്റില്ല. ഇപ്പോൾ ChatGPT വന്നു, ജെമിനി വന്നു, അതിനുശേഷം ക്ലൗഡ് വന്നു, പെർപ്ലക്സിറ്റി വന്നു, പിന്നെ കിമി, ഡീപ് സീക്ക്, ഇങ്ങനെ ഒരുപാട് ഇത് വന്നു. അത് കൂടാതെ തന്നെ ഇനി ഒരുപാട് ലാർജ് ലാംഗ്വേജ് മോഡൽസ് വരാനും ഇരിക്കുന്നു. ഇപ്പോൾ മറ്റേ ഇദ്ദേഹത്തിൻ്റെ മറ്റേ ഇലോൺ മസ്കിൻ്റെ ഒരു സംഭവം വന്നു. ഇതെല്ലാം വന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ വരുന്നൊരു തലമുറ ഒരുപക്ഷെ ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യാനായിട്ട് വന്നു എന്ന് വരില്ല. പക്ഷേ ഗൂഗിളും ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഈ ശ്രദ്ധിച്ചാൽ മതി, ഗൂഗിളിൻ്റെ അൽഗോരിതം അപ്ഡേറ്റുകൾ ഇപ്പോൾ വളരെ ഫാസ്റ്റാണ്. നേരത്തെ ഒരു വർഷത്തിൽ 2 വന്നിരുന്നു, ഇപ്പോൾ ഒരു വർഷം 5-6 ഒക്കെ ചിലപ്പോൾ വന്നു വരാം. മേജർ അപ്ഡേറ്റ്സ് തന്നെ 5-6 വരും. കാരണം വെച്ചാൽ അവരും പുതിയ രീതിയിലേക്ക് സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ വന്ന മാറ്റം തന്നെയാണ് ഈ പുതിയ ടൂളുകൾ ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം അറിയാലോ, നമ്മളിപ്പോൾ ക്വിക്ക് വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്, ഷോർട്ട് വീഡിയോസ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു സെർച്ച്, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ പേജുകൾ കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു രീതി ഈ 2025 ഉണ്ട്. നമ്മുടെ ഒരു ക്വസ്റ്റ്യന് കുറേ പേജുകളാണ് നമുക്ക് ആൻസറായിട്ട് തരുന്നത്. പക്ഷേ ഗൂഗിൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പാസേജ് ഇൻഡെക്സിങ്, സ്നിപ്പറ്റർ റാങ്കിങ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ ChatGPT വന്നപ്പോഴേക്ക് അവർ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ആൻസർ എഞ്ചിൻ എന്നുള്ള രീതിയിലേക്ക് മാറി. ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് അതിന് ഒരു പർട്ടിക്കുലർ ഉത്തരം മാത്രം, അങ്ങനെയുള്ള രീതിയിലേക്ക് മാറി. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഷിഫ്റ്റ് കാര്യമായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ ഒരു ജെൻസി തലമുറ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ തലമുറയടക്കം എല്ലാവരും ഈ പറഞ്ഞ പോലെ അതിനകത്തേക്ക് മാറുന്നുണ്ട്. കൺവീനിയൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനാണ് കിട്ടുന്നത്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഏർലി സ്റ്റേജിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അതെല്ലാം ഇതിനകത്തും ഉണ്ടാവും. ഇനി നമുക്ക് ബിസിനസ്സിന് വേണ്ടിയല്ല, നമ്മുടെ SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് എന്ത് മാറ്റം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്യുക. കാരണം നേരത്തെ നമുക്ക് ഗൂഗിളിൽ മാത്രമാണ് റാങ്ക് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്നത്. ഗൂഗിളാണ് മേജർ ഷെയർ. അതായത് ഗൂഗിളിൻ്റെ ഒരു ഓൺലൈൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്.
ഒരു 85%ഓളം ഇതിലുള്ളൊരു ഇതാണ് ആക്ച്വലി, അത്രയും ഷെയർ ഉണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ മറ്റ് സെർച്ച് എഞ്ചിനുകളോ അല്ലെങ്കിൽ AI സെർച്ച് എഞ്ചിനുകളൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലുള്ള LLMകൾ വരുന്ന സമയത്ത് ആളുകൾ കൂടുതലായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാഫിക് സോഴ്സുകൾ കൂടി വരികയാണ്. അപ്പോൾ അത്തരം ട്രാഫിക് സോഴ്സുകളെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ രീതിയിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ മെയിൻ ട്രാഫിക് ചാനൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ SEOയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയും, അത് മാത്രമല്ല SEO പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയെ കൂടി ഉൾപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം SEO നമ്മൾ ഇതുവരെയുള്ള 2025 വരെയുള്ള ഒരു SEOയുടെ അപ്രോച്ച് പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പേര് തന്നെ മാറി LLM. അതെ, LLM ഒപ്റ്റിമൈസേഷൻ എന്നാവാം, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാവാം, ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാവാം. ഇതെല്ലാം പക്ഷേ ഇതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് SEOയിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ആ കണ്ടൻറ്റ് ഇൻഡെക്സ് ചെയ്യപ്പെടുന്നു, പിന്നെ അത് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. ശരിക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു നല്ല ലാംഗ്വേജ് എക്സ്പേർട്ടാണ് ഈ ChatGPT എന്നൊക്കെ പറയുന്നത്. അതിന് ഒരു വലിയൊരു നോളജ് പിന്നെ സെൻറ്ററിൻ്റെ സപ്പോർട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GS പ്രദീപിൻ്റെ അശ്വമേധം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പുള്ളി റിവേഴ്സ് ക്യൂസുകൾ നടത്തുന്ന കണ്ടിട്ടില്ലേ? അതായത് പുള്ളിയുടെ ഒരു വാക്ചാതുരി, പുള്ളിക്ക് ഏത് കോണ്ടക്സ്റ്റിലും ആളുകളുടെ ഉള്ളിലുള്ള സംഭവത്തിനെ ചോർത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തിയെയാണ് ഒരാൾ മനസ്സിൽ വിചാരിക്കുന്നത്, അപ്പോൾ ഈ അയാളെ ഏത് വ്യക്തിയാണ് വിചാരിച്ചിരിക്കുന്നത്, ഈ കോണ്ടക്സ്റ്റ് ഇതെല്ലാം റിട്രീവ് ചെയ്തെടുക്കുകയാണ് ഇയാൾ. ഇതേപോലെ LLM എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് കോണ്ടക്സ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സെർച്ചും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അവർ പറഞ്ഞു തരും. ഇപ്പോൾ അതിന് ആ രീതിയിലേക്ക് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇനി ആ അത്തരം കോണ്ടക്സ്റ്റുകളെയും കൂടെ പരിഗണിച്ചിട്ട് വേണം SEO ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല നമ്മുടെ ഇതിനകത്തൊക്കെ ഭയങ്കര മാറ്റം വരാൻ പോകുന്നുണ്ട്. അതായത് റൈറ്റിംഗ് രീതിയിൽ കുറച്ചുകൂടെ ടെക്നിക്കലാവും. നമ്മൾ അത് ഇപ്പോഴും അതെ, സെമാൻറ്റിക് SEO ഒക്കെ വന്നപ്പോൾ തന്നെ കുറേ കൂടെ ടെക്നിക്കലാണ്. പക്ഷേ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഈ LLM വരുമ്പോൾ കുറേ കൂടെ ടെക്നിക്കലാവും. കാരണം ഇതൊരു പ്രഡിക്ഷൻ മോഡലാണ്. ഈ ഒരു പരിധിവരെ ഈ മെഷീൻ ലേണിംഗ് ഇതെന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ മോഡലാണ്. അപ്പോൾ വാക്കുകൾ, അതിൻ്റെ തൊട്ടടുത്ത് വരാൻ സാധ്യതയുള്ള വാക്കുകൾ, ഇതിൻ്റെ വേർഡ് സിമിലാരിറ്റി, സെമാൻറ്റിക് സിമിലാരിറ്റി അല്ലെങ്കിൽ കൊസൈൻ സിമിലാരിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചിലപ്പോൾ നമുക്ക് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് തരിക. അപ്പോൾ വളരെ കെയർഫുൾ അല്ല എങ്കിൽ ചില പിന്നെ എന്താ പറയുക, നമ്മൾ തിരിച്ചു വന്നു വരാം. അതായത് പ്രതീക്ഷിക്കാത്ത ആൻസർ അതിന് ജനറേറ്റ് ചെയ്ത് വരാം. ഇപ്പോൾ ഉണ്ട് ഹാലൂസിനേഷൻസ്. വേണ്ടത്ര ഡാറ്റ അതിന് കിട്ടാതെ വരുമ്പോൾ, വേണ്ടത്ര കോണ്ടക്സ്റ്റ് കിട്ടാതെ വരുമ്പോൾ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റ് പറയുന്നുണ്ട് ChatGPT ഒക്കെ. ശരിക്കും ഇപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ആമസോൺ പ്ലസ് റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആമസോൺ ഫോറസ്റ്റ് ആണ് വരിക. അത് ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ളൊരു റിലേഷൻ വെച്ചിട്ടാണ് അത് ഗസ് ചെയ്യുന്നത്. ആമസോൺ പ്ലസ് വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ആമസോൺ പ്രൈമിനെ കുറിച്ചാണ് ഇയാൾ സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഈ രീതിയിൽ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എംബഡ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഇത് പ്രശ്നം വരും. ഇപ്പോൾ ആപ്പിളിൻ്റെ കൂടെ ന്യൂട്രീഷൻ എന്നുള്ളൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ടാണ്. ആപ്പിളിൻ്റെ കൂടെ ഒരു സ്പെസിഫിക്കേഷൻ എന്നുള്ളൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് ആപ്പിൾ കമ്പനിയെ കുറിച്ചാണ്. അപ്പോൾ വാക്കുകളുടെ കൂടെ ശ്രദ്ധിക്കണം. ബെനിഫിറ്റ്സ്, ആപ്പിൾ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആപ്പിൾ എന്നുള്ള കമ്പനിയെ കുറിച്ചല്ല, നമ്മൾ കഴിക്കുന്ന ആപ്പിളിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും. മറ്റത് സ്പെസിഫിക്കേഷനാണ് വരിക. അപ്പോൾ ഇങ്ങനെ വളരെ പിന്നെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് ഡാറ്റയെ പഠിച്ചിട്ട് ആ ഡാറ്റയിൽ നിന്ന് കുറച്ച് എന്താ പറയുക പാറ്റേൺസ് അത് വെച്ചിട്ട് പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം നല്ല രീതിയിലുള്ളൊരു കണ്ടൻറ്റ് പ്രിപ്പറേഷനിൽ നല്ല മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള ഒരു പക്ഷേ കണ്ടന്റ് ചിലപ്പോൾ മതിയായി എന്ന് വരില്ല ഇനിയുള്ള കാലത്ത്. ആ രീതിയിലേക്ക് നമ്മൾ കണ്ടന്റിനോടുള്ള അപ്രോച്ച് മാറ്റണം. കോണ്ടന്റ് റൈറ്റേഴ്സൊക്കെ AI വരുമ്പോൾ കോണ്ടന്റ് റൈറ്റേഴ്സിന് ജോബ് പോകുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആക്ച്വലി ഇനി കോണ്ടന്റ് റൈറ്റേഴ്സിനാണ് ശരിക്കും റൈറ്റേഴ്സിന് അതൊരു രണ്ട് രീതിയിൽ ആൻസർ ചെയ്യുക. അതായത് റൈറ്റേഴ്സിൻ്റെ ജോലി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകും, ഉറപ്പായിട്ടും പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആവറേജ് റൈറ്റർ അവിടുന്ന് ഇവിടുന്നൊക്കെ കോപ്പി ചെയ്തിട്ട് തട്ടിമുട്ടിയൊക്കെ എഴുതുന്ന ഒരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നാളെ ജോലി ഉണ്ടാവില്ല. പക്ഷേ വളരെ ബ്രില്യൻ്റായിട്ട് അവർക്ക് പിന്നെ മറ്റൊരു ആർട്ടിക്കിളിൽ നിന്ന് മാറി പുതിയ യുണീക്കായിട്ടുള്ള കൺസെപ്റ്റുകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന, അതൊരു പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, യുണീക്കായിട്ട് ചിന്തിച്ചിട്ട് ആർട്ടിക്കിളൊക്കെ എഴുതാൻ പറ്റുന്ന ഒരാൾ, വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ പൾസ് ആട്ടോ. ഓഡിയൻസിൻ്റെ പൾസ് നോക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അവർക്ക്, സർവീസിന് വേണ്ട എന്തും ഈ ലോകത്തിലുള്ള എന്തും
അവർക്ക് കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് എഴുതാൻ പറ്റുന്ന ഒരു റൈറ്റർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കാരണം ഈ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മെഷീനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസ് പഠിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പാറ്റേൺസ് വെച്ചിട്ടും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വെച്ചിട്ട് അവർക്ക് പറ്റും. ഇപ്പോൾ ഈ നമുക്ക് എന്തായാലും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഇദ്ദേഹം ചില ന്യൂറോ ചിപ്പുകളൊക്കെ തലയിൽ ഘടിപ്പിച്ചിട്ട് ചില പരിപാടികളൊക്കെ നമ്മുടെ ഇലോൺ മസ്ക് ചെയ്തു എന്നൊക്കെ പറയുന്നു. അത് അത്രയൊന്നും നമ്മുടെ പൊതുവേ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇമോഷൻസിനെ പല ആളുകളും പല കണ്ടൻറ്റുകളും വായിക്കുന്നത് പല ഇമോഷൻസിലാണ്. നവരസങ്ങളെന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ ഒരു കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകളിലൊരു ദുഃഖം ഉണ്ടാക്കിയിട്ട് ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ. ഇപ്പോൾ ആകാശദൂത് സിനിമ വന്നപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തിനാണ് ശരിക്കും പറഞ്ഞ ആളുകൾ ഇങ്ങനെ കരയിപ്പിക്കുന്നത്. പക്ഷേ പിന്നെ നമുക്ക് ഒരു ഉത്തരം കിട്ടുമല്ലോ. അതായത് എനിക്ക് ആകാശദൂതിൻ്റെ കാര്യം എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലും അത്രയും ആളുകളെ കരയിപ്പിച്ച് മറ്റൊരു സിനിമ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അന്ന് തിയേറ്ററുകളിലൊക്കെ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന തിയേറ്ററുകളിലൊക്കെ ഈ ടവലൊക്കെ കർച്ചീഫൊക്കെ കൊടുത്തിരുന്നു കരയുന്നവർക്ക് തുടക്കാൻ വേണ്ടിയിട്ട്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അതെ സമ്മാനം കൊടുക്കുക. അങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ അതൊരു മൈൽ സ്റ്റോൺ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പിന്നെ എന്താ പറയുക, നമുക്കറിയാം ഈ സമൂഹത്തിലെ കുട്ടികൾ അനാഥരായി പോയി കഴിഞ്ഞാൽ അവർ എപ്പോഴും അനാഥാലയങ്ങളിലേക്ക് തന്നെ അല്ല പോകേണ്ടത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അത്രയും തീവ്രമായിട്ട് ആ കഥ പറഞ്ഞത്. അപ്പോൾ എല്ലാം പറയുന്നതിന് ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്മളൊരു കണ്ടൻറ്റിൽ ഒരു ഇമോഷൻ കൊണ്ടുവരുന്നതിനൊരു വിഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു കണ്ടൻറ്റ് ഒരാളിൽ എത്തിയിട്ട് അതെന്താണ് അയാളുടെ ഉള്ളിൽ ഉണ്ടാക്കേണ്ടത്. ചിലപ്പോൾ വാങ്ങാൻ പ്രേരിപ്പിക്കുക ചെയ്യുക, ചിലപ്പോൾ ഒരു സർവീസ് എടുക്കാൻ പ്രേരിപ്പിക്കുക ചെയ്യുക, ചിലപ്പോൾ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചൊരു എന്താ പറയുക ഒരു വൗ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ലെഗസി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക, അതല്ലെങ്കിൽ ആളുകളിൽ എമ്പതി ഉണ്ടാക്കുക ചെയ്യുക കണ്ടൻറ്റ്. ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് മനുഷ്യ മനസ്സിനെ കറക്റ്റ് പഠിച്ചിട്ട് കണ്ടൻറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ മെഷീന് പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അതിനകത്ത് ഹ്യൂമൻ ഇൻപുട്ട് വേണ്ടി വരും, നന്നായിട്ട് വേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സിമിലർ കണ്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാറ്റേൺ വേണം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരും. പക്ഷേ ഓരോ യൂസ് കേസുകളും വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമുക്ക് മെഷീന് ഈ പറഞ്ഞ പോലെ കൊടുത്ത് അതിനെ കൊണ്ട് എഴുതിപ്പിക്കാം. പക്ഷേ നമ്മുടെ ഇൻപുട്ട് വേണം. നമുക്കതിനെ പിന്നെന്താ പറയുക റീറൈറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഓരോ ഇമോഷനെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റൈറ്റേഴ്സിൻ്റെ സമയം തെളിയാൻ പോവാണ്. മോശം റൈറ്റേഴ്സിന് ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റി തീരെ ഇല്ലാതാവാൻ പോവാണ്. അവർ ഈ ലോകത്ത് നിന്ന് ഇല്ലാണ്ടാവും. അതെ മെഷീനിന് ഡാറ്റ കൊടുക്കുന്ന രീതിയിലേക്ക് അപ്ഗ്രേഡ് ആയാൽ അവർ രക്ഷപ്പെടും. കാരണം ഇവർ എഴുതുന്നതിനേക്കാൾ എത്രയോ നല്ല കണ്ടന്റ് ചാറ്റ് GPT നന്നായിട്ട് എഴുതരും. പിന്നെ ഒരു ബിസിനസ് ഓണർക്ക് സ്വന്തമായിട്ട് 2 പ്രോംപ്റ്റ് കൊടുത്ത് എഴുതിയാൽ പോരെ. അപ്പോൾ അത്തരത്തിലുള്ള റൈറ്റേഴ്സ് ഉറപ്പായിട്ടും ഇല്ലാതാവും. പക്ഷേ നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ക്രിയേറ്റേഴ്സ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഇതൊക്കെ വന്നല്ലോ, സോറയും അതൊക്കെ വന്നാൽ പോലും അവിടെയും ക്രിയേറ്റേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇദ്ദേഹമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, സുഭാഷ് ചന്ദ്രനാണ് പറഞ്ഞത്, നമുക്കൊരു വയൽപ്പൂവിനെ ഉണ്ടാക്കാനായിട്ടൊരു എന്താ പറയുക ഒരു മെഷീന് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ അതുണ്ടാക്കുന്ന ഒരു ഫീലിങ്സും ഇതും ആ വയലിൽ അത് കൊടുക്കുന്ന ആ ഒരു ആംബിയൻസും ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഫീലിങ്സ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ മെഷീന് പറ്റിയെന്ന് വരില്ല ഒരു കാലഘട്ടത്തിൽ. പുള്ളി ഏതൊരു റീലി കുറച്ച് കണ്ടപ്പോൾ ഞാൻ കേട്ടോ അത് ഓർത്തു, എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത്. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ മാർക്കറ്റിംഗ് ബജറ്റ് കുറവായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഈ പെയ്ഡ് ആഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതേ SEOയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനൊരു ക്ലാരിറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ പഠിച്ചു വരുന്നത് ഒന്ന് പെയ്ഡ് മാർക്കറ്റേഴ്സ്, പെർഫോമൻസ് മാർക്കറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, SEO എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം, അതിലിപ്പോൾ തന്നെ പെയ്ഡ് സോഷ്യൽ ഉണ്ട്, ഓർഗാനിക് സോഷ്യൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു സംഭവമാണെന്ന് പിന്നെ മനസ്സിലാക്കാത്തതുകൊണ്ട് വരുന്നൊരു സംഭവമാണ്. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുക, അല്ലെങ്കിൽ ഒരു സർവീസ് ആളുകളെ കൊണ്ടെടുപ്പിക്കുക, ഇതൊക്കെ ആണല്ലോ. എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ പോലെ ഒരു ട്രാഫിക് ജനറേറ്റ് ചെയ്യുക, ദെൻ അതിൻ്റെ ഒരു സെയിൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോഫിറ്റോ ഉണ്ടാക്കുക. ഇതാണ് ബിസിനസ്സിനകത്ത് നമ്മുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് പോകണം. ഇപ്പോൾ പെയ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറയാം. നമ്മൾ നല്ല രീതിയിൽ പരസ്യം കൊടുത്തു, നമ്മളുടെ ഒരു ലാൻഡിങ് പേജിൽ വരുന്ന സമയത്ത് അത് വളരെ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല. നമ്മളുടെ മറ്റ് എന്താ പറയുക വരുന്ന ഒരാളെ ഉടനെ തന്നെ വാങ്ങുമോ?
വാങ്ങാൻ സാധ്യതയില്ല. എത്ര ലക്ഷം രൂപയുടെ പരസ്യം കൊടുത്തിട്ടും ആളുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ട്രസ്റ്റ് ഒരു ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ എപ്പോഴും ഓർഗാനിക് കണ്ടന്റ് മാത്രമേ പറ്റൂ. അപ്പോൾ ഓർഗാനിക് കണ്ടന്റ് സ്ഥിരമായിട്ട് ചെയ്ത് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ സെയിൽസ് സൈക്കിൾ ഫാസ്റ്റ് ആവുന്നത്. അല്ലെങ്കിൽ സെയിൽസ് സൈക്കിൾ ഈ പറഞ്ഞ പോലെ പിന്നീട് നീണ്ടു പോവാണ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ പെയ്ഡ് ആഡ്സ് കൊടുത്ത് നമുക്ക് ലീഡ് കിട്ടും. ലീഡ് കൺവേർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആളുകൾ പറഞ്ഞു കേട്ടില്ലേ, നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്താ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്യുന്നു പക്ഷേ നമുക്ക് ക്ലിക്ക് കുറവാണ് എന്നൊക്കെ. അവിടെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ബ്രാൻഡിങ് ഓൾറെഡി ഉണ്ട്. വലിയ കമ്പനികൾക്കൊക്കെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ ആ ബ്രാൻഡിങ് വന്നത് അവർ കുറേ നാളായിട്ട് ഈ പറഞ്ഞ എഫേർട്ട് ചെയ്യുന്നത് കൊണ്ടാവാം. അങ്ങനെയാണ് അവർക്ക് ബ്രാൻഡിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു SERP എന്നായാലും ഒരു സോഷ്യൽ മീഡിയയിലെ പ്ലേസ് നിന്നായാലും എവിടെ നിന്നായാലും നമുക്കൊരു ക്ലിക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ആ ബ്രാൻഡ് ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്കൊരു നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റ് ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യിപ്പിക്കും. പക്ഷേ എന്നാൽ പോലും ഒരു ബ്രാൻഡ് തൊട്ടിപ്പുറത്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്ലിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ വരുന്ന സിമിലർ ആയിട്ടുള്ള ആടുകൾ അവരെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ ആ ഒരു സൈക്കിൾ, ആ ഒരു സമയത്തിനിടയിൽ ചിലപ്പോൾ ആളുകൾ ഡിസിഷൻ എടുക്കുന്നത് മാറിപ്പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ അവരെ ക്ലോസ് ചെയ്യുന്ന എത്രയും പെട്ടെന്നാക്കണം. എത്രയും പെട്ടെന്നാക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ അത്തരത്തിലുള്ള ട്രസ്റ്റ് ഫാക്ടേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവണം. ആ രീതിയിലേക്കുള്ള ഓർഗാനിക് കണ്ടന്റ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നതെന്നല്ല, യഥാർത്ഥത്തിൽ അത് റിയാലിറ്റി എന്ന് പറയുന്നത് പെയ്ഡും സോഷ്യൽ പിന്നെ ഓർഗാനിക്കും വെബ്സൈറ്റ് ഓർഗാനിക്കും എല്ലാം ഒരേപോലെ ഒരേ കാലത്ത് എല്ലാ കാലത്തും പോകണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനി അങ്ങോട്ട് SEOയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SEO കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ബ്രാൻഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചുകളിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം SEOയുടെ ഒരു സ്വഭാവം കുറേയൊക്കെ മാറും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നോ കണ്ടന്റ് കണ്ടതിന് ശേഷം നമ്മുടെ ബ്രാൻഡിനെ അന്വേഷിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കൂടും. അതാണ് ട്രാഫിക് ഡൈവേഴ്സിറ്റീൻ്റെ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത്. പല സ്ഥലത്തും നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയും. ഇവർക്ക് ആ സമയത്ത് നമ്മുടെ ബ്രാൻഡ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിനെ കുറിച്ച് അത്ര അവെയർ ആയിരിക്കില്ല. പക്ഷെ പിന്നെ ഈ പ്രോബ്ലം വരുമ്പോഴാണ് ഈ ബ്രാൻഡാണല്ലോ അത്തരം പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്, അപ്പോൾ നമ്മളെ ചിലപ്പോൾ അറിയാവുന്ന പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ ആ പ്രോബ്ലം വെച്ച് നമ്മുടെ പേരും കൂടെ അറിയാവുന്ന രീതിയിൽ സെർച്ച് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് പ്രസൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാ ആടുകളും നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരാറില്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ആടുകൾ നമ്മുടെ ഒരു ചിലപ്പോൾ വിസിബിൾ ആയിരിക്കും. നമ്മൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആടുകൾ വിസിബിൾ ആയിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ഇതുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആ വെബ്സൈറ്റ് കയറി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു പേജ് കയറി നോക്കുന്ന സമയത്ത് അവർ ആ ഇൻഡസ്ട്രിയിലെ ഒരു ടോപ്പിക് ലീഡറാണ്, അല്ലെങ്കിൽ അവർ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് വോയിസ് ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈ ഓർഗാനിക് കണ്ടന്റുകൾക്ക് കഴിയും. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് കുറേ സമയമെടുക്കും. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ശരിക്കും പെയ്ഡ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ SEO ചെയ്ത് റിസൾട്ട് കിട്ടുന്നതുവരെ നമുക്ക് പെയ്ഡ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് SEOയുടെ അടുത്ത മാസം കുറച്ച് റിസൾട്ട് കുറവ്, അല്ലെങ്കിൽ ഈ മാസം എന്തെങ്കിലും അൽഗോരിതം അപ്ഡേറ്റ് വന്നു, അപ്പോൾ നമ്മൾ റാങ്കിങ്ങിൽ കുറച്ച് താഴോട്ട് പോയി, അതുകൊണ്ട് കുറച്ച് പെയ്ഡ് ആഡ് ചെയ്തേക്കാം. അങ്ങനെയല്ല, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. പെയ്ഡ് ആഡ് വേണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ചില ഏരിയയിൽ നമുക്ക് പെനിട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് ആഡ്സ് മസ്റ്റായിട്ട് വേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സമയത്തും ബഡ്ജറ്റ് തീരുന്ന ഇഷ്യൂ ഉണ്ടാവാമല്ലോ. സ്റ്റാർട്ടപ്പുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയ കമ്പനികളെ പോലെ ബ്രാൻഡുകളെ പോലെ ബഡ്ജറ്റ് ഉണ്ടാവില്ല. 24 hour അവരുടെ ആഡ് പോവില്ല. അറിയാം, ചിലപ്പോൾ ലിമിറ്റഡ് ടൈമിലായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ടൈമിൽ മാത്രം പോയാൽ പോരാ. അപ്പോൾ എല്ലാ സമയത്തും വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കൂടെ വേണം. ഓർഗാനിക്കിനാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ട് കൂടുതലാണെന്നുണ്ടെങ്കിലും ആ വിസിബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്, ടൈംലെസ് ആണ്. ഏത് സമയത്തും അത് കണ്ടുകൊണ്ടിരിക്കും. മറ്റേത് ആഡിൻ്റെ ബഡ്ജറ്റ് തീർന്നു കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ രണ്ടും വേണം. ഒന്ന് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഇതുണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് വേണം. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. പക്ഷേ അതിനൊരു സ്ട്രാറ്റജിക്കലി ഈ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി നമുക്ക് എത്രത്തോളം പെയ്ഡ് ആഡ്സ് പിന്നെ ഫോക്കസ് ചെയ്യണം, എത്രത്തോളം ഓർഗാനിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യണം, ഇത് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആക്ച്വലി SEO നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. അതെ, സോഷ്യൽ മീഡിയ SEO നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരാണ്. ആ കൺസെപ്റ്റ്
നിലവിൽ നമുക്ക് SEO ചെയ്യണോ പിന്നെ പെയ്ഡ് ആഡ് ചെയ്യണോ എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യണോ, ഡിസ്പ്ലേ ആഡ്സ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ സെർച്ച് ഇല്ല എങ്കിൽ പിന്നെ സെർച്ച് എഞ്ചിൻ ആഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല, ഗൂഗിൾ ആഡ്സ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ആഡ് ചെയ്യും, ഓർഗാനിക്കായിട്ട് കണ്ടൻറ്റും ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഇത് ആളുകൾ കണ്ട് വരുന്ന സമയത്ത് ഇത് സ്വാഭാവികമായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പ്രഗ്നൻസി കെയർ എന്ന് പറയുന്നത് ഒരു കോവിഡിന് മുന്നേ യാതൊരു തരത്തിലും വലിയ സെർച്ച് വോളിയം ഇല്ലാത്തൊരു കീവേഡായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ നോക്കിയാൽ മതി, ഇപ്പോൾ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് തരംഗമാണ്. ഇപ്പോൾ ഇന്ത്യ ടുഡേ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്നിരുന്നു. ആ വന്ന സമയത്ത് അതിൻ്റെ ആൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഈ പ്രഗ്നൻസി കെയർ ക്ലിനിക്കുകളുടെ ബൂം അതെങ്ങനെയാണ് എന്ന് ശരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിപ്പോർട്ടർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു. അന്ന് കുറേ അവർക്ക് വേണ്ട സപ്പോർട്ടും കുറച്ച് ഇതൊക്കെ കൊടുക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അന്നാണ് ഞാനും ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചത്. പിന്നെ ഒരു കീവേഡ് റിസർച്ച് വീണ്ടും ചെയ്തപ്പോൾ പല ബ്രാൻഡുകളുടെയും പേരിൽ പ്രഗ്നൻസി കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സെർച്ചുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി വന്നതാണ്. സോഷ്യൽ മീഡിയ ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു കീവേഡ് ശരിക്കും പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ഇല്ല എങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കണ്ടന്റ് ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് സെർച്ച് അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കുന്നതല്ല, സ്വാഭാവികമായിട്ട് ആ ഓഡിയൻസിൻ്റെ ഇടയിൽ അതൊരു ചർച്ചാ വിഷയമാകുമ്പോൾ സെർച്ച് സ്വാഭാവികമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ SEOയെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പിന്നെ അത് മാത്രമല്ല, SEOയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്രാൻഡ് മെൻഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാൻഡഡ് സെർച്ച്. അപ്പോൾ ഒരു ബ്രാൻഡ് പോപ്പുലറായാൽ മാത്രമേ ബ്രാൻഡഡ് സെർച്ച് വരൂ. അപ്പോൾ ബ്രാൻഡിനെ പോപ്പുലറാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. പിന്നെ സോഷ്യൽ മീഡിയക്ക് വേറെ വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിലെ എക്സ്പേർട്ടുകളെ പുറം ലോകത്ത് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. നമുക്ക് വെബ്സൈറ്റിലൂടെ ഫീച്ചർ ചെയ്യാം, പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു എക്സ്പേർട്ട്, ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ ഒന്നും ചെയ്യാറില്ല. ഇപ്പോൾ ആ സ്ഥാപനത്തിനെ വെച്ചായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്, പക്ഷേ സ്ഥാപനത്തിൻ്റെ പിന്നിലെ മാൻ ബിഹൈൻഡ് എ ബിസിനസ് അവരാണ് യഥാർത്ഥത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവരുടെ എന്താണ് അവരുടെ ഇത്, ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ VP ഗംഗാധരൻ സാറ് വർക്ക് ചെയ്യുന്നുണ്ടെന്നായിരിക്കാം. ആ സ്ഥാപനത്തിനേക്കാൾ വാല്യൂ ഉണ്ടാകും ഡോക്ടർ ഗംഗാധരൻ സാറിൻ്റെ വാക്കുകൾക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ഥാപനത്തിൻ്റെ പേരിനോട് ചേർന്ന് വെക്കുന്ന സമയത്ത് അത് വലിയൊരു ബ്രാൻഡ് വാല്യൂ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ നമ്മുടെ സ്ഥാപനങ്ങളിലെ എക്സ്പേർട്ടിനെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ലിവറേജ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിബിലിറ്റി കൂട്ടാൻ പറ്റും. അതുവഴി നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെൻഷൻസ് കൂട്ടാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിൻ്റെ മെൻഷൻസ് ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റും. ഇനിയുള്ള SEOയിൽ ബ്രാൻഡ് മെൻഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഈവൻ നമുക്ക് ബാക്ക് ലിങ്കുകൾ പോലും SEOയിൽ കിട്ടും. ഈ ആളുകൾ എക്സ്പെർട്ടൈസിനെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ആ രീതിയിലേക്ക് പലരും ഉപയോഗിക്കാറില്ല. ഈ മാസത്തിൽ 10 പോസ്റ്റും 4 റീലും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നമുക്ക് അതിന് ലിമിറ്റൊന്നുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സിനെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 6 പോസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാം. പക്ഷേ പബ്ലിഷിംഗ് ഫ്രീക്വൻസി ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നേ ഉള്ളൂ. നല്ലൊരു സോഴ്സാണ് ശരിക്കും സോഷ്യൽ മീഡിയ SEOയിൽ. നമ്മളിപ്പോൾ ഈ അടുത്തൊരു മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് കീവേഡുകൾ ഏറ്റവും കൂടുതൽ സെർച്ച് വോളിയമുള്ള കീവേഡ് എടുക്കുന്നതാണോ അത് സെർച്ച് വോളിയം കുറവുള്ള കീവേഡ് എടുക്കുന്നതാണോ? സ്റ്റിൽ ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ഈ SEO പാക്കേജുകൾ എടുക്കുമ്പോൾ 5 കീവേഡ് റാങ്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 5 കീവേഡ് എടുത്ത് റാങ്ക് ചെയ്തിട്ട് അവർ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിൽ വരുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ട് ആ ഒരു ബിസിനസ്സിന് റിസൾട്ട് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ഓണറിന് റിസൾട്ട് ഇല്ല. അപ്പോൾ അതിനെ കുറിച്ച് എന്താണെന്ന് അത് എന്ന് വെച്ചാൽ നമ്മൾ ഈ കീവേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പണ്ട് നമ്മൾ ഈ ട്രാഫിക്കിനെ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ട്രാഫിക് ഒരു വലിയ മെട്രിക്കായിട്ട് നമ്മൾ കണക്കാക്കുമായിരുന്നു. ഇത്ര ട്രാഫിക് വന്നു, മില്യൺസ് ഓഫ് ട്രാഫിക് വന്നു, ആ വെബ്സൈറ്റ് വലിയൊരു സംഭവമായിട്ട് നമ്മൾ കണക്കാക്കും. ട്രാഫിക് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആളുകൾ നമ്മുടെ ഇതിനകത്തേക്ക് വരണം. പക്ഷേ അതിനകത്ത് തന്നെ ക്വാളിറ്റി ട്രാഫിക് എന്നുള്ളൊരു സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ക്വാളിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ട കാര്യം അന്വേഷിച്ചാണ് അയാൾ വരേണ്ടത്.
അപ്പോൾ അത് വരുമ്പോൾ സെർച്ച് ഇൻറ്റൻ്റ് എന്നുള്ളൊരു സംഭവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അതിനനുസരിച്ച് റിസൾട്ട് അവർ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുറേ കാലമായി ആ രീതിയിലാണ് ഇൻറ്റൻറ്റിനനുസരിച്ചിട്ടാണ് അവർ റിസൾട്ട് കാണിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പല ആളുകളും അത് നമ്മുടെ ഇവിടെയാണ് കേട്ടോ കൂടുതലായിട്ട് പ്രാക്ടീസ് വരുന്നത്. കേരളത്തിലൊക്കെയാണ്, പിന്നെ മിഡിൽ ഈസ്റ്റിലും ഒക്കെ ഉണ്ട്, പുറത്ത് കുറവാണ്. എന്ന് വെച്ചാൽ അവിടെ SEO കുറച്ചുകൂടെ പിന്നെ എന്താ പറയുക നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ യൂറോപ്യൻ അമേരിക്കൻ കൺട്രികളിൽ ചെയ്യുന്നൊരു SEO പ്രാക്ടീസും ഇവിടുത്തെ SEO പ്രാക്ടീസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ എക്സ്പേർട്ട് എന്നൊക്കെ നമ്മൾ പറയും, ഇപ്പോൾ SEO എക്സ്പേർട്ട് ഇൻ കേരള എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ എഴുതും. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു അക്രഡിറ്റേഷൻ വേണം. അയാൾ എക്സ്പേർട്ടാണെന്ന് ആര് പറയുന്നു? ഇപ്പോൾ ബെസ്റ്റ് ഡെന്റിസ്റ്റ് എന്ന് അവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബേസ്ഡ് ഓൺ റിവ്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡ് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കണം ഇയാൾക്ക്. അല്ല നോക്കിയാൽ മതി, ഡെന്റിസ്റ്റ് ഇൻ ദ സിറ്റി വാഷിങ്ടൺ DC അങ്ങനെയൊക്കെ അവർ ഉപയോഗിക്കും. ബെസ്റ്റ് എന്നുള്ള വാക്കൊന്നും അനാവശ്യമായിട്ട് ഉപയോഗിക്കില്ല. കാരണം ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അവർക്ക് പ്രൂഫ് വേണം, ഇല്ലാതെ വെറുതെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും ക്ലെയിം വേണം. അപ്പോൾ നമ്മളിവിടെ ഈ പറഞ്ഞ പോലെ SEO പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ആളുകൾ അതിന് വിശ്വസിക്കുന്നുമുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ബിസിനസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളും അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അത്തരം കാര്യങ്ങളെ. പക്ഷേ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും 5 കീവേഡ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ബിസിനസ്സുമായിട്ട് അലൈൻ ചെയ്ത് പോകുന്ന ഇൻറ്റൻറ്റ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യാൻ സാധ്യത. അത് ചിലപ്പോൾ 5 കീവേഡ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രൊഡക്റ്റ് തന്നെ പല ആളുകളും പല രീതിയിൽ സെർച്ച് ചെയ്യും. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ വരുന്ന രീതിയിലേക്ക് പല കീവേഡുകൾ നമുക്ക് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ ഒറ്റ പ്രൊഡക്റ്റിന് തന്നെ 10-15 രീതിയിൽ ആളുകൾ സെർച്ച് ചെയ്തേക്കാം. അപ്പോൾ അത്രയും കീവേഡുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിനെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ കാണുന്നത് ഒരു ടോപ്പിക്കുകളെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്. പൊതുവെ കീവേഡ്സ് അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിലല്ല. പിന്നെ വെബ്സൈറ്റുകളൊരു ആവേണ്ടത് ഒരു നമ്മുടെ ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട നീഷിലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ സോഴ്സ് എന്ന രീതിയിലാണ് ഇനി ഉള്ള കാലത്ത് മാറേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടും. അങ്ങനെ ആവുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് സെർച്ച് എഞ്ചിനും അതിനെ ഒരു എന്താ പറയുക പരിഗണിക്കാറുണ്ട്. അത്തരം വെബ്സൈറ്റുകളെ അതോറിറ്റി വെബ്സൈറ്റുകൾ എന്നുള്ള രീതിയിലും ഗൂഗിളിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞ്. ആ കൺസെപ്റ്റ് വെച്ചിട്ട് ഈ വെബ്സൈറ്റിന് ഇത്തരം വെബ്സൈറ്റുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും എല്ലാ തരത്തിലുള്ള ഇൻറ്റൻറ്റിനെയും സാറ്റിസ്ഫൈ ചെയ്യണം ആളുകളുടെ. അപ്പോൾ ആ രീതിയിലേക്ക് മാറണം. അപ്പോൾ ഈ 5 കീവേഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ SEO സ്പെഷ്യലിസ്റ്റ് എങ്ങനെ അതിനെ ചേഞ്ച് ചെയ്യണം? ബിസിനസ് ഓണേഴ്സിൻ്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് ചാർജ് ചെയ്യുന്ന രീതിയിലാണോ? അതെ, ഗ്രോത്തിനനുസരിച്ചിട്ട്. അതായത് KPIs നമ്മൾ ഈ മെഷർ ചെയ്യുന്ന KPIsൽ മാറ്റം വരുത്തണം. ഓക്കെ, ശരിക്ക് ഇത്ര ട്രാഫിക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര വിസിബിലിറ്റി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തിച്ചേരാൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷന് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ക്ലിക്ക് കൂടുതൽ കിട്ടാറുണ്ട്. അതിന് പല കാര്യമുണ്ട്. ഒന്ന് ബ്രാൻഡിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കിട്ടും. പിന്നെ SEO ടൈറ്റിൽ തന്നെ വളരെ പ്രോമിസിങ് ആണെന്നുണ്ടെങ്കിൽ കിട്ടും, എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ കിട്ടും. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ട്രാഫിക് ഡൈവേഴ്സ് ചെയ്ത് പോകുമ്പോൾ LLM-ലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരേ റിസൾട്ട് അല്ല വരിക. അങ്ങനെയുള്ള സമയത്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസൾട്ടുകൾ മാറി മാറി വരാം. അപ്പോൾ ഫസ്റ്റ് റിസൾട്ട് എന്നുള്ളൊരു സംഭവം മാറി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നൊരു അവസ്ഥയെന്ന് പറയുന്നത് ഫസ്റ്റ്, അതായത് നമ്മളൊരു സെർച്ച് ചെയ്തു ഗൂഗിളിലൊരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ക്ലിക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നൊരു അവസ്ഥ ഗൂഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. AI ഓവർവ്യൂ എന്നുള്ള സംഭവം. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാതെ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഒരു ബ്രാൻഡ് പിന്നെ ആളുകൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ബൈയിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്നൊരു സംഭവമായിരിക്കണം. ജെനുവിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഇതായിട്ട് നമ്മൾ മാറണം. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുകയും കസ്റ്റമർ എക്സ്പീരിയൻസിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ട്രസ്റ്റഡ് ആയിട്ടുള്ള വോയിസ് ആണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയും വേണം. അപ്പോൾ വളരെ ജനറിക് ആയിട്ടുള്ള ആൻസേഴ്സാണ് ഈ ഗൂഗിൾ AI ഓവർവ്യൂവിലൊക്കെ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു കസ്റ്റമറുടെ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിൽ തന്നെ വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ട്രൂവേ എന്ന് പറഞ്ഞൊരു ബിസിനസ് ഉണ്ട്. ട്രൂവേ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റസ്റ്റേഷൻ കാര്യങ്ങളാണ്. ഈ അറ്റസ്റ്റേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് AI ഓവർവ്യൂവിൽ അല്ലെങ്കിൽ ചാറ്റ് GPTക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് റിയൽ വേൾഡിൽ സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളുടെ സ്ഥാപനമാണ് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നല്ല രീതിയിൽ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വരുത്തിയാൽ
അതിനുള്ള ഇത് നിങ്ങളുടെ വെബ്സൈറ്റിലൂടെ ആ കണ്ടന്റുകൾ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിന് പിന്നെയും ക്ലിക്ക് കിട്ടും. ഓവർവ്യൂ അവിടെ നിന്നാൽ പോലും നിങ്ങളെ അന്വേഷിച്ച ആളുകൾ വരും. ഈ ChatGPT പിന്നെ ജനറിക് ആളുടെ ഇൻഫർമേഷൻ കൊടുത്താൽ പോലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ആളുകൾ വരും. അപ്പോൾ സർവീസ് ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ അപ്രോച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വരണം. SEOയിലെ അപ്രോച്ചിൽ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരണം. അത് ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇത് മുതൽ നമ്മുടെ ബിസിനസ്സിനോടുള്ള അപ്രോച്ച്, നമ്മൾ കണ്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടൻറ്റ് അതിനകത്ത് അലൈൻ ചെയ്യുന്ന രീതി, മൊത്തത്തിൽ നമ്മളീ പറഞ്ഞ പോലെ ഒരു ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക്. ഇനി അതിന് ചുറ്റും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, നമ്മുടെ മെൻഷൻസ്, നമ്മുടെ PR വർക്കുകൾ, ഇതിനെല്ലാം പ്ലേസ് ചെയ്യുന്നതിലും ഒക്കെ മാറ്റം വരുത്തണം. ഒരു കീവേഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ആ കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകൾ മാത്രം നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ പോയി. പല രീതികൾ, നമ്മുടെ പേര് തന്നെ സെർച്ച് ചെയ്ത് വരാം, നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നെയിം സെർച്ച് ചെയ്ത് വരാം, നമ്മുടെ പ്രൊഡക്റ്റ് പ്ലസ് നമ്മുടെ ബ്രാൻഡ് നെയിം സെർച്ച് ചെയ്ത് വരാം. ഇങ്ങനെയെല്ലാം സെർച്ച് ചെയ്ത് വരുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗോ ടു സോഴ്സായിട്ട് ബ്രാൻഡഡ് സെർച്ച്, പിന്നെ ടോപ്പിക്കൽ സെർച്ചുകൾ, അതായത് പിന്നെ നമ്മുടെ നീഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷണൽ കീവേഡ്സ്, ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള വാങ്ങാനുള്ള അത്തരത്തിലുള്ള കീവേഡ്സ്, എല്ലാത്തിനെയും നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡൈവേഴ്സ് ട്രാഫിക് കൊണ്ടുവരാനായിട്ട് പറ്റൂ. അതിനെ നല്ല ഇൻറ്റൻറ്റുള്ള കീവേഡ്സിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മെട്രിക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ്, ഇതൊരു മെയിൻ മെട്രിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അതിൽ ഈ പറഞ്ഞ പോലെ വരുന്ന ലീഡുകൾ, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ ആ ലീഡ് കൺവേർഷൻ ഒരു വലിയ മെട്രിക്കായിട്ട് എടുക്കാം. ആ രീതിയിലേക്ക് നമ്മൾ പോകണം. ട്രാഫിക് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ്, അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്, വാനിറ്റി മെട്രിക് ആണെന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വാനിറ്റി മെട്രിക് തന്നെയാണ്. ഇത്രത്തോളം ട്രാഫിക് വന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കിൽസ് എന്നുള്ളൊരു ഇതിന് 70,000 സെർച്ച് വോളിയം ഉണ്ട് വിചാരിക്കാം. ഹൗ ടു ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിനൊരു 1000 സെർച്ച് വോളിയം ഉള്ളൂ. പക്ഷേ ഈ സെർച്ച് ചെയ്യുന്ന 1000 പേരും പഠിക്കാൻ ആഗ്രഹമുള്ളവരാണ്. മറ്റവർ പല രീതിയിലായിരിക്കാം. അപ്പോൾ ഹാക്കിംഗ് സ്കിൽ എന്ന് പറയുന്ന സമയത്ത് 2 ലക്ഷം സെർച്ച് വോളിയം ഉണ്ട് ഹാക്കിംഗ് സ്കില്ല്. പക്ഷേ ഹൗ ടു ലേൺ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ 2000 ഉള്ളെങ്കിൽ പോലും ആ 2000 പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. മറ്റേ ഹാക്കിംഗ് സ്കിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ കാലത്ത് നമ്മളെ തേച്ചിട്ട് പോയ കാമുകിയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും 2 ട്രിക്ക് അറിയാൻ എന്നുള്ള രീതിയിലൊക്കെ അന്വേഷിച്ച് വരുന്നവരായിരിക്കാം അത്. പക്ഷെ മറ്റേതല്ല, ശരിക്കും എത്തിക്കൽ ഹാക്കിംഗ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും എങ്ങനെ പഠിക്കാം എന്ന് സെർച്ച് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കീവേഡ്സ് കണ്ടുപിടിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ ആളുകൾ കൂടും, നമ്മൾ പൂരത്തിൻ്റെ ഇടയിൽ സ്റ്റാൾട്ട് അവസ്ഥയാവും. ആളുണ്ടാവും, അവസാനം നമ്മൾ പിന്നെ പെട്ടി തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കച്ചവടമൊന്നും ഉണ്ടാവില്ല. നമ്മൾ 2 ദിവസം അവിടെ നിന്നതും പിന്നെ കാല് കഴിച്ചതും മാത്രമേ മിച്ചം ഉണ്ടാവും. നമുക്ക് ഏതൊക്കെ മെട്രിക്സ് ബിസിനസ് ഓണേഴ്സ് ഈ മാർക്കറ്റേഴ്സിന് ചോദിച്ചു വാങ്ങണം? മെട്രിക്സ് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ കൺവേർഷൻ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. അതായത് ട്രാഫിക്ക് നമുക്കൊരു മെട്രിക്സ് ആയിട്ട് കാണാം, പക്ഷേ ക്വാളിറ്റി ട്രാഫിക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ പേജിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വളരെ ബേസിക്കായിട്ട് പറഞ്ഞു കേട്ടോ. ഈവൻ ബൗൺസ് റേറ്റ്, ഡ്വൽ ടൈം, ഇതൊക്കെ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇനി ഓവർവ്യൂ വരുന്ന സമയത്ത് നമ്മുടെ ആ സെഷൻ ടൈം കുറയും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന രീതി വെച്ചിട്ട് സെഷൻ ടൈം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന ട്രാഫിക്കിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, ബ്രാൻഡഡ് ട്രാഫിക്കിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി നേരത്തെ എവിടെയൊക്കെയോ അറിഞ്ഞിട്ട് വരുന്ന ആളുകൾ, അവർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ സെഷൻ ടൈം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെൽ ടൈം കുറവായിരിക്കും. അപ്പോൾ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെൽ ടൈം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് നമ്മൾ കാണണം. പക്ഷേ മെട്രിക് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പോലെ നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ആവരുത്. അപ്പോൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലേക്ക് കാര്യത്തിലാണെങ്കിൽ റിട്ടേണിംഗ് വിസിറ്റേഴ്സ് അതൊരു പിന്നെ ഇതായിട്ട് നമുക്ക് ഒരു മെട്രിക്ക് നമുക്ക് നോക്കാം. എല്ലാ ബിസിനസ്സിനും അല്ല കേട്ടോ. ചില ബിസിനസ്സുകൾക്ക് ഒറ്റ പ്രൊഡക്റ്റ് ജീവിതത്തിൽ ഒരു തവണ മാത്രം വാങ്ങുന്ന പ്രൊഡക്റ്റിനെയും റിട്ടേണിംഗ് വിസിറ്റർ ആവശ്യമില്ല. ശവപ്പെട്ടിയൊക്കെ നമ്മൾ എല്ലാ ദിവസവും പോയി വാങ്ങുന്നതല്ല. അപ്പോൾ അത് പല ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ റീത്തന്ന് എല്ലാ ദിവസവും വാങ്ങുന്നതല്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അതുപോലുള്ള ബിസിനസ്സുകളും ഉണ്ട്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ മെട്രിക്കുകൾ ബിസിനസ്സിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്നാലും ബേസിക്കലി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സെയിൽസ്, നമ്പർ ഓഫ് സെയിൽസ്, കൺവേർഷൻ, ഈ പറഞ്ഞ പോലെ
കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അത് പെയ്ഡിലാണെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് നമുക്ക് ഓർഗാനിക്കലും അത് സെറ്റ് ചെയ്തെടുക്കുന്ന പ്രശ്നമില്ല. നമുക്ക് ഒരു പ്രോസസ്സായിട്ട് നമ്മൾ ഇത്ര സ്പെൻഡ് ചെയ്തു, ഇത്ര ട്രാഫിക് വന്നു, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോസ്റ്റ് പെർ അക്വിസിഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെ അത് നമുക്ക് നോക്കാം, ആ രീതിയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒരു മെട്രിക്കായിട്ട് വെക്കാം. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അതായത് എത്ര സെയിൽസ് നടന്നു, എത്ര കൺവേർഷൻ നടന്നു, അല്ലെങ്കിൽ സൈനപ്പ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, സൈനപ്പാണോ ഈവൻ ലാൻഡിംഗ് പേജ് വ്യൂ ആണ് ഉദ്ദേശിക്കുന്നതിൽ അതൊരു മെട്രിക്കായിട്ട് നമുക്ക് വെക്കാം. നെക്സ്റ്റ് പിന്നീട് ഈ പറഞ്ഞ പോലെ ആ ലാൻഡിംഗ് പേജ് വ്യൂവിൽ നിന്ന് പിന്നീട് നെക്സ്റ്റ് നമ്മൾ എന്താണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിലേക്ക് പിന്നെ നമ്മൾ ആ മെട്രിക്ക് വെച്ചിട്ട് പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്ത് പോകണം. അപ്പോൾ അത്തരത്തിലുള്ള മെട്രിക് ഓരോ ബിസിനസ്സിനും വ്യത്യാസമാണ്. നമുക്ക് ജനറലി ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ബിസിനസ് വെക്കുമ്പോഴായിരിക്കും നമുക്കത് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഈവൻ ഒരു എന്താ പറയുക, ഒരു ആപ്പ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ആപ്പ് ഡൗൺലോഡ് തന്നെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മെട്രിക് എന്ന് പറയുന്നത്, എത്ര നമ്പർ ഓഫ് ഡൗൺലോഡ്സ് വന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ അതായിരിക്കും വരുന്നത്. ഇപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് ലെറ്റേഴ്സ് എത്ര പേര് സൈനപ്പ് ചെയ്തു എന്നുള്ളത് ഇനീഷ്യലി കൺസിഡർ ചെയ്യാവുന്ന ഒരു മെട്രിക്കാണ്. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന മെട്രിക് എന്ന് പറയുന്നത് തന്നെയാണ് ആപ്പ് എത്ര പേര് ഡൗൺലോഡ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ തന്നെ പിന്നെ ആപ്പിൽ അറിയാലോ, ആപ്പിൽ ഈ പറഞ്ഞ പോലെ പെയ്ഡ് കൊണ്ട് ഫ്രീ പ്ലാനുണ്ട്. ഫ്രീ പ്ലാനിൽ നിന്ന് പിന്നെ പെയ്ഡ് പ്ലാനിലേക്ക് എത്ര പേര് പോയി, അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നൊരു സംഭവമാണ്. അങ്ങനെ എത്ര പേര് പോയി. അപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് മെട്രിക് നമുക്ക് വെക്കാം. പിന്നെ ഈ ബിസിനസ് ഓണേഴ്സിന് ഒരു ഓർഗാനിക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. അതെ അതെ. അവർക്ക് പലർക്കും അറിയില്ല ഇത് എത്ര ടൈം ആണ് കൊടുക്കേണ്ടത്, എത്ര ടൈം എടുക്കുമെന്ന്. അതെ അതെ, ആ ഒരു ക്ലാരിറ്റി അത് ഈ പറഞ്ഞ പോലെ ഡിപ്പെൻസ് ഓൺ ദ ഇൻഡസ്ട്രിയാണ് യഥാർത്ഥത്തിൽ. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ടൈമൊന്നുമില്ല. പല ആളുകൾ SEO ചെയ്യാൻ 6 മാസം എടുക്കുമെന്ന് പറയും. ഒട്ടും സെർച്ച് വോളിയം ഇല്ലാത്ത, ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലാത്ത, സെർച്ച് വോളിയം ഇല്ലാത്ത കോമ്പറ്റീഷൻ ഇല്ലാത്ത ചില ഫീൽഡുകൾ ഇപ്പോഴും ഉണ്ട്. ആ ഫീൽഡുകളിൽ ഇന്ന് നമ്മളൊരു നല്ല കണ്ടൻറ്റ് എഴുതിയിട്ട് അത് ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഇൻഡെക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നാളെ തന്നെ റാങ്ക് ചെയ്ത് വരും. ഈവൻ നല്ല കോമ്പറ്റീഷനുള്ള ഫീൽഡുകളിൽ പോലും ആരും ആൻസർ ചെയ്യാത്ത ഇൻറ്റൻറ്റുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെയാണ് SEOസിൻ്റെ ഒരു ഗോൾഡ് മൈൻ എന്ന് പറയുന്നത്. അതൊക്കെ ആയിരിക്കണം എന്ന് വെച്ചാൽ ആരും ആൻസർ ചെയ്യാത്ത ഇൻറ്റൻറ്റുള്ള കുറേയധികം കീവേഡ്സ് ഇപ്പോഴും ഉണ്ട്, അൺആൻസേർഡ് ആയിട്ടുള്ള ഇൻറ്റൻറ്റുകൾ എന്നാണ് പറയുക. അത്തരം കീവേഡുകൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. പക്ഷേ കോമ്പറ്റീഷനുള്ള കീവേഡുകളിൽ ഈ പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിനെ ഒരു ടോപ്പിക്കൽ അതോറിറ്റിയാക്കി മാറ്റാനായിട്ട് മിനിമം ടൈം എടുക്കും എന്തായാലും. അതായത് ഗൂഗിൾ ഒരു വെബ്സൈറ്റിനെ ട്രസ്റ്റ് ചെയ്യണം, അതിന് ഗൂഗിളിന് പാസ്റ്റ് ഡാറ്റ ആവശ്യമാണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആവശ്യമാണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇല്ലാത്തൊരു വെബ്സൈറ്റിന് ഗൂഗിളിന് ട്രസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അത് കോമ്പറ്റീഷൻ കൂടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ല കോമ്പറ്റീഷനുള്ളൊരു സ്ഥലത്തേക്ക് ഒരു വെബ്സൈറ്റ് വരുന്ന സമയത്ത് ഓൾറെഡി അവിടെ ചില പിന്നെ ലെയേഴ്സായിട്ട് വെബ്സൈറ്റിനെ അവർ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വെബ്സൈറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിനൊരു പരിപാടി തന്നെ ഉണ്ട്. അവരുടെ ഒരു വെബ്സൈറ്റ് ക്ലാസിഫിക്കേഷൻ വെക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്ത് അവർ ഈ പറഞ്ഞ പോലെ ടോപ്പ് ലെയറിൽ അത് കൂടുതലും ഈ YMYL കാറ്റഗറിയിലാണ്. അതായത് യുവർ മണി യുവർ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ സ്വത്തിനും ജീവനും ബാധിക്കുന്ന ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകളെയാണ് അവർ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ടോപ്പ് ലെയറിലൊരു കാറ്റഗറി വെബ്സൈറ്റുകളെ അതിന് അസൈൻ ചെയ്തിരിക്കുന്ന കീവേഡുകളെ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് സെർച്ച് എഞ്ചിനിൽ വന്നു കഴിഞ്ഞാൽ ആ അത്തരം വെബ്സൈറ്റുകളെ തന്നെയാണ് ആദ്യം പരിഗണിക്കുക. അത് ഗൂഗിൾ കണക്കാക്കുന്നത് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ടുകൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, എന്നാൽ ആ വിഷയത്തിൽ ഏറ്റവും അതോറിറ്റിയുള്ള വെബ്സൈറ്റുകളൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതിൽ കുറേ ട്രസ്റ്റ് ഫാക്ടേഴ്സ് കൂടിയുണ്ട്. നമ്മുടെ ഗൂഗിളിൻ്റെ ഈറ്റ് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കൊക്കെ ഇപ്പോൾ സെർച്ച് എഞ്ചിൻ അതിന് ഗൂഗിൾ നോക്കാറുണ്ട് ആ അത്തരം വെബ്സൈറ്റുകൾ ക്ലാസിഫൈ ചെയ്യുന്നതിൽ. അതിൽ തന്നെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന വെബ്സൈറ്റുകളുണ്ട്, അതിൽ പുതിയതായിട്ട് വരുന്ന വെബ്സൈറ്റുകളും പിന്നെ തീരെ അതായത് ലേമാൻസൊക്കെ ആർട്ടിക്കിളൊക്കെ എഴുതുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളൊക്കെ അവർ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സ്വാഭാവികമായിട്ട് അവർ അത്രയും ട്രസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഉത്തരത്തിന് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കും. അയാൾ ഒരു എത്രയോ വർഷം കൊണ്ടായിരിക്കും ആ ഒരു അതോറിറ്റി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഇന്നലെ ഒരാൾ വരുമ്പോൾ അയാൾ പറയുന്നൊരു ഉത്തരത്തിന് നമ്മളൊരു വലിയ വാല്യൂ കൊടുക്കില്ല. അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു സമയം വേണമെന്നുള്ളത്. പക്ഷേ എങ്കിലും പറയുന്നു ചില പിന്നെ ഇൻറ്റൻറ്റുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈവൻ നമ്മളൊക്കെ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഗൂഗിൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നൊരു കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ തന്നെ നല്ല ഈ പറഞ്ഞ പോലെ അൺആൻസേർഡ് ആയിട്ടുള്ള ഇൻറ്റൻറ്റുകൾ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് റാങ്ക് ചെയ്യാൻ പറ്റുന്ന
അത്യാവശ്യം ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കീവേഡുകൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് പലപ്പോഴും, അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ എങ്കിലും ഇതിനൊരു പ്രോസസ്സിനൊരു ടൈം എടുക്കും മിനിമം. ഈ പറയുന്നത് അതുകൊണ്ടാണ് ഒരു മിനിമം ടൈം 6 months 3 months എന്നൊക്കെ പറഞ്ഞത്. 3 months കൊണ്ടൊന്നും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല രീതിയിലൊരു കണ്ടൻറ്റ് പ്ലാൻ ചെയ്തൊരു വെബ്സൈറ്റ് എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്ക് തന്നെ ഒരു 3 മാസമെങ്കിലും എടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷനിലേക്ക് പോകുമ്പോൾ അടുത്തൊരു 3 മാസം എടുക്കും. അതുകൊണ്ട് മിനിമം ഒരു 6 മാസമെങ്കിലും ഇല്ലാതെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ തിയററ്റിക്കലി നമ്മൾ പറയുന്ന സമയത്ത് ഗൂഗിളിന് അതിൻ്റെ സ്കോറിംഗ് എന്നാണ് പറയാം. ഒട്ടും ആരും ഇപ്പോൾ ഒരാൾ മാത്രമേ ഓടാനുള്ളൂ അയാൾ തന്നെ ഫസ്റ്റ്, അയാൾ 1 മണിക്കൂർ എടുത്ത് ഓടി ഒന്നാമത് എത്തിയാലും അയാൾ തന്നെ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇത് ബാധകമല്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇപ്പോൾ ഈ SEO പാഷനായിട്ട് വരുന്ന കുട്ടികളുണ്ട്, അപ്പോൾ അവർ എങ്ങനെ പഠിച്ചു തുടങ്ങണം? SEO പഠിച്ചു തുടങ്ങുമ്പോൾ അവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കാൻ തന്നെ വേണം. ബിസിനസ് പഠിക്കണം, കണ്ടൻറ്റിനെ മനസ്സിലാക്കണം, പിന്നെ റിയൽ വേൾഡിനെ ശരിക്കും മനസ്സിലാക്കണം. റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. കാരണം എന്താ അറിയാമോ, ഗൂഗിളിൻ്റെ ഒരു മോട്ടോ അതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മറ്റ് സെർച്ച് എഞ്ചിൻസിന് ഞാൻ പറയില്ല, വിഷൻസ് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മറ്റ് സെർച്ച് എഞ്ചിന് അത്തരത്തിലുള്ള വിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിനെ ഡോക്യുമെൻറ്റ് ചെയ്യുക, എൻ്റയർ യൂണിവേഴ്സിനെ ഡോക്യുമെൻറ്റ് ചെയ്യുക, അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വിട്ടുകൊടുക്കുക. അതിനവർ സ്വീകരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെൻറ്റിനെ ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്, ഈ യൂണിവേഴ്സിനെ അവർ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഓണ്ടോളജി ആൻഡ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഒരു ഫയൽസായിട്ടും അത് തമ്മിലുള്ള റിലേഷൻസുമായിട്ടാണ് അവർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണ്, പിന്നെ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഒരു ഫയൽസായിട്ടും ഇതിനെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടും ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എൻറ്റിറ്റീസ് എന്നാണ് ശരിക്കും പറയാം. അപ്പോൾ ഈ എൻറ്റിറ്റീസിനെയും ചുറ്റുമുള്ള റിലേറ്റഡ് എൻറ്റിറ്റീസിനെയും സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ്, അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മമ്മൂട്ടി എന്നൊരാൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ നോളജ് പാനലിൽ കുറച്ചധികം കാര്യങ്ങൾ കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മമ്മൂട്ടിയായിട്ട് മാത്രമല്ല ഗൂഗിൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ വൈഫുണ്ട്, ലോകത്തിൽ എവിടെയാണെങ്കിലും മമ്മൂട്ടീൻ്റെ വൈഫുണ്ട്, പിന്നെ മകനുണ്ട്, അയാൾ ജനിച്ച സ്ഥലമുണ്ട്, അയാൾ പിന്നെ അഭിനയിച്ച സിനിമകളുണ്ട്, അഭിനയിച്ച സിനിമകളുടെ ഡയറക്ടേഴ്സ് ഉണ്ട്, കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഒരു ഫയൽസായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് ഇതിനെ കണക്ട് ചെയ്യും. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഫിലിം ഏതാണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, അതിൻ്റെ ഡയറക്ടർ ആരാണ്, ആസാദ്. ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആകുന്നതെന്ന് വെച്ചാൽ ഈ റിയൽ വേൾഡ് കണക്ഷൻസിനെ ഇൻ്റർനെറ്റിൽ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡ്ജസ് ആൻഡ് നോട്ട്സ് എന്നാണ് ടെക്നിക്കലി വിളിക്കുക. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻറ്റിറ്റി SEOയുടെ ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അപ്പോൾ ഈ റിയൽ വേൾഡ് കണക്ഷൻ നമ്മളെങ്ങനെയാണ് ആ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന് ശരിക്കും നമ്മൾ പഠിക്കണം. ഇനിയും അങ്ങോട്ട് നമ്മളെ കുറേയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ സെർച്ചൊക്കെ പിന്നെ ഇതുണ്ട്. അതായത് ന്യൂറൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കീവേഡ്സ് ഒന്നും വേണ്ട. ഇപ്പോൾ ബെസ്റ്റ് സൺസെറ്റ് ഫോട്ടോഗ്രാഫി ക്യാമറ അല്ലെങ്കിൽ ഫോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കീവേഡ് എവിടെയില്ലാതെ ഒരു ആൻസർ ഗൂഗിളിന് ജനറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ മനുഷ്യൻ്റെ തലച്ചോറിലെ ന്യൂറോൺസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട്, അതായത് അതേപോലെ നമ്മൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് ഇമേജുകൾ നമ്മുടെ തലച്ചോറിൽ സ്റ്റോർ ആകുന്നുണ്ട്. കുറേ ഓൾഫാക്ടറി സിഗ്നൽസ്, അതായത് മണങ്ങൾ, പിന്നെ കേൾക്കുന്ന സൗണ്ടുകൾ പലതും നമുക്ക് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിമിലറായിട്ടൊരു മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ണ് കെട്ടിട്ടാണ് ഒരു സ്ഥലത്ത് കൊണ്ടു നിർത്തിയാലും പറയും ഇത് ഇന്ന പ്ലേസ് ആണെന്ന് പറയും. ചിലപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് ഇന്ന അമ്പലമാണെന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ ഇന്ന ചർച്ചാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഇത് കിട്ടും. ചില കഫേയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ മണം നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നമ്മളെ കണ്ണ് കെട്ടി അവിടെ കൊണ്ടിറക്കിയാലും നമുക്ക് പറയാൻ പറ്റും. ഈ രീതിയിലേക്ക് എന്താ പറയുക, ന്യൂറൽ സെർച്ച് എന്നുള്ള രീതിയിലേക്ക് ഗൂഗിളും വളരുന്നുണ്ട്. ഗൂഗിൾ മാത്രമല്ല എല്ലാ സെർച്ച് എഞ്ചിനുകളും വളരുന്നുണ്ട്. ഗൂഗിൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ LLMകൾ വരുമ്പോൾ അവരും ആ രീതിയിലേക്ക് മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ റിയൽ വേൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കൊരു പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ കുറേ ഇമേജസ് നമ്മുടെ തലച്ചോറിൽ ജനറേറ്റ് ആയിട്ടുണ്ടാകും. ഇതിനൊരു ദിവസം കളഞ്ഞു പോയി. ഒരു 100 പൂച്ചയുള്ളൊരു സ്ഥലത്ത് വെച്ച് നമ്മൾ പെട്ടെന്ന് ഇതിനെ കാണുമ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഇമേജ് സെർച്ചിലൊക്കെ ശരിക്കും വരുന്നത്. ഒരു വോയിസ് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ LLM ഇത് ഇന്ന പാട്ടിലാണെന്ന് അത് കറക്റ്റ്
കേൾപ്പിച്ചു തരും. ഇങ്ങനെ സിമിലാരിറ്റിയാണ്, ഡാറ്റയെ പഠിച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല, വലിയ മാജിക് ഒന്നുമില്ല. ഒരുപാട് ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ്. നമ്മുടെ തലച്ചോറ് മില്യൺസ് ഓഫ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യുന്ന പോലെ തന്നെ അതും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ച് തരുന്നത്. അപ്പോൾ ഈ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന 500 കിലോമീറ്റർ അധികം റേഞ്ചുള്ള ബാറ്ററി EV കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെസ്റ്റ് EV കാർ എന്നുള്ള ആ വാക്കോ അല്ലെങ്കിൽ 500 കിലോമീറ്റർ റേഞ്ചിൽ നിന്ന് കറക്റ്റ് എക്സാക്റ്റ് കീവേഡൊന്നും വേണ്ട. അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ ബാറ്ററി റേഞ്ച് എന്ന് പറയുന്ന 500 കിലോമീറ്റർ എന്ന് ഉണ്ടായാൽ മതി. ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്ന എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നാൽ മതി, ഇന്ത്യൻ ബ്രാൻഡാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഗൂഗിളിന് അറിയാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സാമ്പിൾ എനിക്ക് കുറച്ച് കടന്നു പോകുന്നില്ല, ഫോട്ടോസിന്തസിസ്, നമ്മുടെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന വാക്ക്, ആ വാക്ക് പറയാൻ കുറച്ച് നാക്കൊക്കെ കുളുക്കിപ്പോവും. അപ്പോൾ എന്താ പറയുക, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങളുടെ ഇലകളിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുക. ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ: സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന രീതി. ഇത്രയും മതി. ആ പ്രകാശ സംശ്ലേഷണം എന്നുള്ള വാക്കവിടെ വേണ്ട. കാരണം അറിയാം, കൺസെപ്റ്റ് ഇതാണെങ്കിൽ അതിൻ്റെ ആൻസർ ഈ കൺസെപ്റ്റ് ആണെന്ന് അറിയാം. ഗൂഗിളിനും അറിയാം, നമുക്കും അറിയാം അത്, അല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സെർച്ച് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് SEO പഠിച്ചു തുടങ്ങുന്ന ആൾ നേരത്തെയുള്ള അപ്രോച്ച് ഒന്ന് മാറണം. അതായത് കീവേഡ് സെൻട്രിക് ആണ് നമ്മുടെ SEO എന്നുള്ളതെന്ന് പൂർണ്ണമായിട്ട് മാറണം. എങ്ങനെയാണ് മനുഷ്യൻ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ റീവൈൻഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം ശരിക്കും പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ. പിന്നെ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ റിയൽ വേൾഡിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിക്കണം. നമ്മുടെ പല ആളുകളും ഈ മാർക്കറ്റിംഗ് പഠിക്കാറേ ഇല്ല. SEO പഠിക്കുന്നവർ മാർക്കറ്റിംഗ് എന്നുള്ള സംഭവത്തിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. എങ്ങനെ ടെക്നിക്കലി നമ്മൾ വിസിബിലിറ്റി കൂട്ടണമെന്നേ ചിന്തിക്കാറുള്ളൂ. വിസിബിലിറ്റി മാത്രമല്ല, ആളുകൾ വാങ്ങാൻ അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെ മാർക്കറ്റ് ശരിക്കും പഠിക്കണം. ശരിക്കും ആളുകൾ വാങ്ങുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ വിസിബിലിറ്റി, ഇപ്പോൾ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ വന്നു പെട്ടു, നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മളത് വാങ്ങണമെന്നുമില്ല. വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിംഗ് ശരിക്കും പഠിക്കണം. ഈ SEO പഠിക്കുന്നവർ സൈക്കോളജി പഠിക്കണം. എന്ത് കണ്ടൻറ്റ് ആളുകളെ ഏത് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പഠിക്കണം. അതൊക്കെ ശരിക്കും നല്ലതാണ് യഥാർത്ഥത്തിൽ ആ രീതിയിലേക്ക് പഠിക്കുന്നത്. ശരിക്കും SEO നല്ല രീതിയിൽ എന്താ പറയുക അപ്രോച്ച് ചെയ്യേണ്ട ഒരു സ്ട്രീമാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ഓൺ പേജ് SEO, ഓഫ് പേജ് SEO അല്ലെങ്കിൽ ടെക്നിക്കൽ SEO ഒരു 3 സ്ട്രീമായിട്ട് ഒരു 10-15 ക്ലാസ്സുകൾ കൊടുത്ത് അങ്ങനെ പോകുമ്പോൾ പല ആളുകൾക്ക് ഈ ഒരു വിഷൻ ഇല്ലാതെ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രശ്നമാണ്, പഠിക്കുന്ന കുട്ടികളുടെ പ്രശ്നമല്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ള നല്ല കോഴ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പഠിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ തന്നെ അറിയാലോ, ഒരുപാട് വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ സ്റ്റുഡൻസ് അതിനനുസരിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ചോദ്യം ചെയ്യാൻ കുട്ടികൾ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എൻ്റെ പേഴ്സണൽ അനുഭവത്തിലുണ്ട്. എന്ന് വെച്ചാൽ പല കുട്ടികളും ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഞങ്ങൾ സമരം നടത്തി എന്നൊക്കെ പറഞ്ഞ കുട്ടികളുണ്ട്. ഞങ്ങൾ ക്ലാസ്സുകൾ ബഹിഷ്കരിച്ചു കാരണം ഞങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ SEO സ്റ്റുഡൻസിനെ എനിക്കറിയാം. അപ്പോൾ ചിലർ ട്രെയിനേഴ്സിനെ ക്വാളിഫിക്കേഷൻ നോക്കാൻ തുടങ്ങി, മെൻറ്റേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് പഠിക്കാൻ തുടങ്ങി. ഇതൊക്കെയുണ്ട്. ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ്. അപ്പോൾ ബേസിക്കലി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. മെയിനായിട്ട് കോമൺ സെൻസ് തന്നെ വേണം, ബേസിക്കലി അത് വേണം. പിന്നെ ഈ ലോക്കൽ SEO ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റിൽ ഇപ്പോഴും ബ്രാൻഡ് നെയിമിൻ്റെ കൂടെ പർട്ടിക്കുലർ കീവേഡ് ആഡ് ചെയ്തിട്ടുള്ള GMB ലിസ്റ്റുകൾ ഇപ്പോഴും റാങ്കിങ്ങിൽ ടോപ്പായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പല. പക്ഷേ ആക്ച്വലി അതൊരു എന്താ പറയുക കറക്റ്റ് എത്തിക്കൽ പ്രാക്ടീസും അല്ല. അത് എത്തിക്കൽ പ്രാക്ടീസ് അല്ല. ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ പോളിസീസ് ആദ്യം നോക്കണം. അതായത് പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. ഈവൻ നമ്മളൊരു പേരിടുന്ന സമയത്ത് തന്നെ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് റെലവൻസ് കൂടുതലാണ് GMBക്ക്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഗൂഗിളിൻ്റെ ഒരു SERPൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു പുതിയ യൂസറെ ആഡ് ചെയ്തു ഉടനെ അയാൾ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗൂഗിൾ ആ പ്രൊഫൈൽ സസ്പെൻഡ് ചെയ്യും.